സഹോദരന്മാര് പോലും പറഞ്ഞു ഇവൻ പൊട്ടനാണ്, അവന് ഭൂമിയൊന്നും കൊടുക്കണ്ട. ഇവരെല്ലാവരും കൂടി ഇതൊക്കെ ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? ഭരതനെല്ലാം ശ്രദ്ധിച്ചു പഠിച്ചോളൂ കേട്ടോ. ഭൂമി കൈവശമുള്ള ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണേ ഈ കഥ. ഇന്നത്തെ മനുഷ്യന്മാർക്ക് ഭൂമിയോട് എന്തൊരാർത്തിയാണ്. ഒരു 5 സെന്റ് ഭൂമി കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അങ്ങനെ ബഹളം വെക്കുന്ന ആൾക്കാരാ. 5 സെന്റ് ഒന്നും പോകണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാര് അതിർത്തിയിലേ മരം വെക്കുള്ളൂ? കണ്ടിട്ടില്ല? എത്ര സ്ഥലമുണ്ട് പറമ്പിൽ മരം വയ്ക്കാൻ. ഇവരെ അതിർത്തിയിലേ കൊണ്ടുപോയിട്ട് മരം എന്തിനാണെന്നറിയോ? മാന്താനാ. മാന്താൻ. എൻക്രോച്ച്മെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അതിർത്തിയിലുള്ള മണ്ണ് അവിടെ അയാൾവാസി താമസിക്കുന്നില്ലെങ്കിൽ കൈക്കോട്ടുണ്ട്. കുറെ കൈക്കോട്ട് പറഞ്ഞ സ്ഥാനങ്ങളിൽ എന്തായാലും പറയാ കണ്ണൂർക്കാര് കൂമ്പ, ഇംഗ്ലീഷിൽ സ്പെയ്ഡ് എന്ന് പറയും. അതിർത്തിയിൽ പോയിട്ട് മണ്ണ് ഇങ്ങനെ കളച്ച് ഇവിടെ ഉണ്ടായിരുന്ന വരമ്പ് 2 സെന്റിമീറ്റർ അങ്ങോട്ട് നീക്കി. അടുത്ത കൊല്ലം കളിക്കുമ്പോൾ 5 സെന്റിമീറ്റർ വരമ്പ് അങ്ങോട്ട് നീക്കി. അയൽവാസി എവിടെയൊന്നുമില്ല, അയാൾ ദുബായിലാ. ഇതിനാണ് എന്ത് പറയാ, മെല്ലെ മറ്റവന്റെ മണ്ണും കൂടി നമ്മളെ ചാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭൂമി അളക്കുമ്പോ കുറച്ച് സെന്റ് കൂടുതലുണ്ടാവും. ഇതിനാണ് എൻക്രോച്ച്മെന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇങ്ങനെ എത്ര ആൾക്കാരാ ചെയ്യുന്നതെന്ന് അറിയോ? ചിലര് കോടതിയിൽ പോവും, സംശയം ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി ഒഴിക്കോളൂ. കോടതിയിൽ പോയി എനിക്കൊരു സംശയമില്ല. കോടതിയിലുള്ള മിക്കവാറും കേസുകളൊക്കെ എന്തിനെ പറ്റിയുള്ള കേസാ? മണ്ണിന്റെ കേസാ. വല്ലതും പിടികിട്ടുന്നുണ്ടോ ഭാഗവതം? ഭരതന് ഈ മണ്ണ് ആവശ്യമില്ല. ഭരതന് ഷെയർ കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 500 ഏക്കർ അദ്ദേഹത്തിന് കിട്ടുകയും അക്കാലത്ത് എത്ര കിട്ടും? ഭരതന്റെ സ്വന്തം പേരിൽ ഭരതൻ പറഞ്ഞാൽ മതി എനിക്കും കൂടി ഭൂമി വേണമെന്ന് പറഞ്ഞാൽ ഒരു 500 ഏക്കർ ഭൂമി ഭരതന് സ്വന്തമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഭരതൻ ആ വ്യാപാരത്തിലൊന്നും ഇടപെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് നടന്നു. സഹോദരന്മാരൊരു തരി മണ്ണ് പോലും ആർക്ക് കൊടുത്തിട്ടില്ല, ഭരതന് കൊടുത്തില്ല. ഭരതന് യാതൊരു പരാതിയുമില്ലായിരുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഭാഗവതം? ഞാൻ ശ്രോതാക്കളായ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മണ്ണിന്റെ പേരില് ഏതെങ്കിലും കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സപ്താഹം കഴിഞ്ഞാൽ ഉടനെ കോടതിയിൽ പോവുക, കേസ് പിൻവലിക്കുക. അതൊരു വിഹിതമാണ്. കാരണം എന്താ? മരിക്കുമ്പോ കൊണ്ടുപോവോ മണ്ണ്? 500 അല്ല, 20 അല്ല, 10 അല്ല, എത്ര ഏക്കർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ ഒരു ദിവസം മരിച്ചു പോകും. മരിച്ചു പോകുമ്പോൾ ആ മണ്ണ് നിങ്ങൾ ഒരു തരി പോലും കൊണ്ടുപോവുകയില്ല. മാത്രവുമല്ല, ഈ മണ്ണിന്റെ ഉടമ മനുഷ്യരല്ല. സ്വർണ്ണ ലിപിയിൽ എഴുതി വെക്കണം. ഈ ഭൂമിയിലെ മണ്ണിന്റെ ഉടമ ആരല്ല? മനുഷ്യരല്ല. ഇനി ആരാ? അതാ പറഞ്ഞ വേദം പഠിക്കണം എന്ന് പറയും. നല്ലോണം കേട്ടോ. ഭൂമിയിലുള്ള ഈ മണ്ണിന് മുഴുവനും ഒരു ഉടമ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു ഉടമയില്ല. ആ ഉടമയുടെ പേരാണ് ഗുരുവായൂരപ്പൻ. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ആ ഭാഗവതം തലയേക്കറാൻ കുറച്ച് പണിയാ. ശ്രദ്ധിച്ചു കേട്ടു. ഭൂമിയിലുള്ള മുഴുവൻ മണ്ണിന്റെയും ഉടമസ്ഥാവകാശം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന്റെ മണ്ണെടുത്തിട്ടാണ് ഇവിടെ നാട്ടുകാര് പറയണത്, ഇവിടെ മുതൽ അവിടെ വരെ ആരെങ്കിലും നക്ഷത്രിച്ചു, ഇവിടെ മുതൽ അവിടെ വരെ എന്റെ പറമ്പിലാറ്റം നീ കാല് വെച്ചാൽ അല്ലെ, പിന്നെ കുത്തുകുത്താണ്. എന്റെ പറമ്പിൽ നീ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വെട്ടും. ചില ആൾക്കാര് എന്റെ പറമ്പിൽ കയറി എന്ന് പറഞ്ഞ് കാല് വെട്ടിയിട്ട് കാല് മുറിഞ്ഞു കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട് എന്നറിയോ കേരളത്തില്? ഒരു 114 ആൾക്കാർക്ക് നേരിട്ട് പരിചയമുണ്ട്. ആര് വെട്ടിക്കളഞ്ഞു. എന്താ അത്? അവൻ എന്റെ പറമ്പിൽ കയറി എന്ന് പറഞ്ഞിട്ടാണ് അരിശം മൂത്തിട്ട് വെട്ടടാ കാലെന്ന് പറഞ്ഞു വെട്ടി. എന്നിട്ട് 114 ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. പറമ്പിൽ കയറിയതിന് കാല് വെട്ടിയിട്ട് പരിക്ക് പറ്റി കിടക്കുന്ന കാല് മുറിഞ്ഞു പോയവൻ. സംഗതി മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോൾ ഈ ഭൂമി ഇങ്ങനെ ചിരിക്കും അത്രേ.
ഭൂമിയിൽ നമുക്കൊന്നും എന്തില്ല, ഉടമസ്ഥാവകാശം ഇല്ലേ ഇല്ല. അത് നല്ലതുപോലെ അറിയുന്നത് കൊണ്ടാണ് പാർട്ടീഷൻ നടക്കുമ്പോൾ ഭരതൻ അതിൽ ഇടപെടാതിരുന്നത്. എന്താ കാരണം എന്നറിയോ? അതിന്റെ രഹസ്യം പറഞ്ഞില്ല. ഈ ഭൂമിയാണല്ലോ മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാലല്ലേ, ഭൂമിയുടെ ഭർത്താവ് ആരാ? ഭഗവാനല്ലേ, മഹാവിഷ്ണു. ആണെങ്കിൽ ആ ശ്രീകോലിരിക്കട്ട് ഈ ഭൂമിയുടെ മുഴുവനും ഭർത്താവ് ആ ശ്രീകോലിരിക്കണ്ട്. അതുകൊണ്ടാണ് ഭഗവാന് ജഗന്നാഥൻ എന്നൊരു പേരുണ്ടല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അർത്ഥം പിന്നെ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പറഞ്ഞു അർത്ഥം പിന്നെ പറഞ്ഞുതരാമല്ലേ, കേട്ടോളൂ. ഈ ശ്രീകോലിരിക്കുന്ന ഈ ഈശ്വരന്റെ പേര് ജഗന്നാഥൻ എന്നാണ്. അതെന്താ ഭഗവാൻ അങ്ങനെ പേരുണ്ടായത്? ഈ ഭൂമിയുടെ ഭർത്താവായതുകൊണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ മുഴുവനും ഉടമസ്ഥനായ ഗുരുവായൂരപ്പനാണ് അല്ലെ? സംശയമില്ലല്ലോ, സംശയം തീർന്നോ? ഈ മണ്ണിന്റെ മുഴുവൻ ഉടമ ഗുരുവായൂരപ്പനായതുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി. ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിൽ യാതൊരു പ്രയാസമില്ലാതെ ഇഷ്ടംപോലെ സഞ്ചരിക്കാം. ലോകം മുഴുവൻ എന്തായിട്ട് മാറും? നമ്മുടെ സ്വന്തം വീടായിട്ട് മാറും. എന്തായി മാറും? അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ വീട് മാത്രമേ നിങ്ങൾക്ക് സ്വന്തമാവും. നേരെ മറിച്ച് നിങ്ങൾ ഭഗവാനെ മാത്രം ഭജിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവനും ആരുടെ വീടായിട്ട് മാറും? നിങ്ങളുടെ സ്വന്തം വീടായിട്ട് മാറും. ഏതാ നല്ലത് ആലോചിച്ചോളൂ. മനസ്സിലാവണില്ല അല്ലേ? മനസ്സിലാവണില്ല. അതിനാണ് പറയാ വസുധൈവ കുടുംബകം. വസുധ പറഞ്ഞാൽ ഭൂമിയിലർത്ഥം. അപ്പൊ ഗുരുവായൂരപ്പൻ എന്താ ചെയ്യാന്നറിയോ? ഭൂമിയോട് തീരെ ആശയില്ലാത്തവരോട് ഗുരുവായൂരപ്പൻ പറയും, എന്റെ കൂടെ പോന്നോളൂ, എന്റെ കൂടെ പോന്നോളൂ. ഭഗവാന്റെ കൂടെ പോയാൽ എന്തൊരു പരമാനന്ദം. അങ്ങനെ പോയ ആളായി ഭരതൻ. അതുകൊണ്ട് ഭരതന് ഭൂമിയോട് എന്തില്ല, ഒരു താല്പര്യവുമില്ല. ആരോടാ താല്പര്യം? ഭഗവാനോടാണ്. അപ്പൊ ഭഗവാനെ തന്നെ ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ നടക്കുക. അപ്പൊ സഹോദരന്മാര് പറഞ്ഞു ഒരു ദിവസം ഭരതനോട്, അവർക്ക് കുറേ ഗോതമ്പ് വയലുണ്ട്, ശ്രദ്ധിച്ചോളെ, പാർട്ടീഷൻ ചെയ്തപ്പോൾ ഒരു തരി പോലും ഭൂമി കൊടുത്തിട്ടില്ല. ഗോതമ്പൊക്കെ വിളഞ്ഞു സഹോദരന്മാരുടെ വയലിൽ. കുറേ ഉണ്ട്, നോക്കത്താ ദൂരത്തോളം ഗോതമ്പ് ഇങ്ങനെ വിളഞ്ഞു കിടക്കുക. അപ്പൊ ഇവര് വിചാരിച്ചൊരു കാവൽക്കാരൻ വേണ്ടേ? പൊട്ടാന്ന് ആരെ? സഹോദരനെ വിളിക്കുക. ഇവിടെ വാ. അപ്പൊ തൊഴുതു നിൽക്കും സഹോദരന്മാർ. തൊഴുതു അതെ, വയൽ ഇഷ്ടംപോലെ വിളവൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് കാവലിന് നീ നിന്നാ മതി. മനസ്സിലായോ? മനസ്സിലായോ? ആ, അവിടെയൊക്കെ നീ കാവല് നിന്നോ. ഭൂമിയോ കൊടുത്തിട്ടില്ല, എന്നിട്ട് അവിടെ വിളവെടുപ്പിന്റെ സമയത്തെ കാവല് നിർത്തിയിരിക്കുക സ്വന്തം സഹോദരനെ. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇങ്ങനെ കേരളത്തിൽ. ചില വീടുകളിലൊക്കെ വല്ല പൊട്ടന്മാരോ ഒക്കെ ഉണ്ടായെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവരൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് അവനെ കൊണ്ട് എത്രയാ ജോലി ചെയ്യിപ്പിക്കുകയല്ലേ. അങ്ങനെ ഭരതൻ എന്ത് ചെയ്തു? കാവല് നിൽക്കണമെങ്കിൽ ഇവിടെ കാണണ്ടേ, ഗോതമ്പോയിലും ഇവിടെ കാണണ്ടേ. വലിയൊരു മരത്തിന്റെ മുകളിൽ അവൻ ഏറുമാടം ഉണ്ടാക്കി. ഏറുമാടം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. ഏറുമാടം ദൂരക്കാഴ്ച കിട്ടാൻ വേണ്ടി വലിയ മരത്തിന്റെ മുകളിൽ ചെറിയ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുടില് മാതിരി ഇങ്ങനെ വെച്ചുണ്ടാക്കും. അങ്ങനെ കെട്ടിയുണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരിക്കുക ആര്? ബ്രഹ്മാനുഭൂതി കിട്ടിയിരിക്കുന്ന ഭരതൻ ഇപ്പൊ എവിടെയാണുള്ളത്? ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ശരിക്കും ആരെയാ നമസ്കരിക്കേണ്ടത്? ഈ വലിയ മരത്തിന്റെ മുകളിൽ നിർമ്മാണം കെട്ടിയിരിക്കുന്ന അദ്ദേഹത്തെ ഈ ലോക ജനത മുഴുവനും നമസ്കരിക്കേണ്ടതാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ബ്രഹ്മാനന്ദം കിട്ടിയാണ്. പക്ഷെ അന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുക. അപ്പൊ പറഞ്ഞിട്ട് നോക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ പല പല ജീവികളും ഒരു നോക്കണം എന്നേ ആര് പറഞ്ഞുള്ളൂ? സഹോദരന്മാര് പറഞ്ഞുള്ളൂ. പന്നിശല്യം അക്കാലത്തും ഉണ്ടത്രേ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ലേ എന്തെങ്കിലുമൊക്കെ വിളവുണ്ടാക്കിയ പന്നികൾ നേരെ വരും ഇല്ലേ? അക്കാലത്തും ഉണ്ട്. അപ്പൊ ഭരതനെയും വേറുമാടത്തിന്റെ മുകളിൽ പന്നികൾ നേരെ കൂട്ടം കൂട്ടായിട്ട് വന്ന് വിളവ് നശിപ്പിക്കുക. സഹോദരന്മാരെന്താ പറഞ്ഞത്? നോക്കണേ നോക്കണേ. നോക്കി പന്നികളെ കണ്ടപ്പോ ഉടനെ ഭരതന്റെ മനസ്സിൽ എന്താ? വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ചിന്ത വന്നു. സാക്ഷാൽ വേദമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ പന്നികളൊന്നായിട്ട് വന്നിങ്ങനെ ആ വിളവൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് ഭരതൻ ആരെ വിചാരിച്ചു? വേദമൂർത്തിയായിരിക്കുന്ന വരാഹമൂർത്തിയെ വിചാരിച്ച് മിണ്ടാതെ തലയിൽ ഇങ്ങനെ കയ്യും വെച്ച് നോക്കാനല്ലേ പറഞ്ഞത്. നോക്കിയത് നിന്നു. ആ ഉപദ്രവിച്ചില്ല. പിന്നെ കിളികളൊക്കെ ഇഷ്ടംപോലെ പറന്നു വന്നിട്ട് ഈ വിളവൊക്കെ കൊണ്ടുപോകൊണ്ട്
കിളികളെ കണ്ടപ്പോഴും ആരെ വിചാരിച്ചു? ഭഗവാനെ വിചാരിച്ചു. അല്ലാണ്ട് അദ്ദേഹം ഒന്നും ഉപദ്രവിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇതാണ് ഇനി പറയാൻ പോണതാണ് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന്റെ മഹത്തായ സാന്നിധ്യം കൊണ്ട് ഈ സഹോദരന്മാർക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടിയത്രേ, അക്കൊല്ല. അപ്പൊ അവര് വിളവൊക്കെ കൊയ്ത് കൊണ്ടുവന്നപ്പോ അവസാനം ഭരതനോട് പറഞ്ഞു, എടാ കൊട്ട, നീ ആ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടേ വല്ലതും കേൾക്കണ്ടോ? കൊട്ട, നീ ആ മരത്തിന്റെ മുകളിൽ കയറി നിന്ന് നന്നായി, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടി, നിനക്ക് എന്തെങ്കിലും തരണേ, വാ. പിടിച്ചോണ്ട് അവര് എന്താ കൊടുത്തതെന്നറിയോ? അയ്യോ, അതല്ലേ സങ്കടം. അണവിന്യാക ഭരീകരണ കുൽമാഷ ഇത്രയോ ഒക്കെ ഒരു തുണ്ട് ഭൂമിയോ കൊടുത്തില്ല. അവിടുത്തെ പണി മുഴുവൻ ഇപ്പണി മാത്രമൊന്നല്ല, ഒരുപാട് ജോലികൾ ചെയ്യിച്ചു. അവസാനം കൊണ്ടുപോയി ഒരു സഹോദരൻ നോക്ക് ഭാര്യനെ വിളിക്കുക, അതെ ഇവിടെ ഒട്ടം വന്നിട്ടുണ്ട്, എന്താ കൊടുക്കാനുള്ളത്? അവിടെ അകത്തൊക്കെ പോയി നോക്കി. സഹോദരന്റെ ഭാര്യ ഇവിടെ ഒന്നും ഇല്ല കൊടുക്കാൻ, നിങ്ങൾ ഈ സമയത്ത് വന്ന് ഞാൻ ഇതിട്ട് കൊടുക്കാനാ അയാൾക്ക്, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. അപ്പൊ അവളിങ്ങനെ സഹോദരന്റെ ഭാര്യ അടുക്കളയിൽ നോക്കിയിട്ട് അവിടെ പയ്യന് കൊടുക്കാനുള്ള വെള്ളമുണ്ട്, എന്നാ അത് കൊടുത്തോണ്ട്. പയ്യന് കൊടുക്കാൻ കുറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളരിക്കൊക്കെ മുറിച്ചാൽ അതിന്റെ തോടൊക്കെ അതിലിടും, മാങ്ങ മുറിച്ചാൽ അതിന്റെ തോടൊക്കെ അതിലിടും, ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുണ്ട് അതിലിടും, കുറെ വെള്ളമൊക്കെ പാടെ കൂട്ടിക്കലക്കി നമ്മളൊക്കെ പശുവിന് കൊടുക്കാൻ വീട്ടിൽ വലിയ പാത്രത്തിലാക്കി വയ്ക്കില്ലേ. അപ്പൊ ഈ ഭാര്യ പറയാണ്, ഇതുണ്ട് ഇവിടെ വേണേല്ലോ കൊണ്ടോളി. അതൊക്കെ അതൊക്കെ മതിയെന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? പിണ്യാകം എന്ന് പറഞ്ഞാൽ പിണ്ണാക്കാണ്, പിണ്യാകം. ഇപ്പൊ പിണ്ണാക്കിന്റെ സംസ്കൃതം പഠിച്ചില്ലേ? പിണ്യാകം എന്താണ്? മലയാളി പറയുന്ന പിണ്ണാക്കൊക്കെ കലക്കി വെച്ച വലിയൊരു പാത്രത്തിൽ പശുവിനുള്ള ആഹാര. എന്നിട്ട് ഇതെടുത്തു കൊണ്ടുവന്ന് ഈ സഹോദരനും സഹോദരന്റെ ഭാര്യയും കൂടി പിടിച്ചൊരു ഭാഗത്ത് കൊണ്ടുവച്ചു. കഴിച്ചോ, നല്ലോണം തിന്നോ. അവനവിടെ ഇരുന്നു. പൊട്ടനാണോ? അവനവിടെ കെട്ടിരുന്നു. എന്നിട്ടോ കണപിണ്യാകഫലീകരണ കുൽമാഷസ്ഥാനീ പുരീഷാനീനി അഭി അമൃതവൽ അഭ്യവഹരതി. ആ പാത്രത്തിൽ വൃന്നലെത്തിരിക്കുക. അവിടെ ഇരുന്നിട്ടെ അതൊക്കെ കണ്ടു വാരി കുടിച്ചു. ദാഹണ്ട് അതൊക്കെ തിന്നു. എന്നിട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക. ആ വീട്ടിൽ സഹോദരന്മാർ ഇതാ ഭക്ഷണം കൊടുത്തതേ. അപ്പൊ ഭാര്യ പറഞ്ഞു, ദോഷം ഉണ്ടാക്കിയ പടിയിൽ പിടിച്ച കുറെ എണ്ണുണ്ട് കഴിഞ്ഞത്, അത് വിട്ടെടുത്തേക്കാ. വീട്ടിലെ ആൾക്കാർക്കുള്ള ദോഷം ഉണ്ടാക്കി ചിലതൊന്നും ശരിക്കും ഇങ്ങോട്ട് എന്താ പറയാ മറിഞ്ഞു നിൽക്കണ്ടല്ലോ. അതൊക്കെ പാട് അടിയിൽ പിടിച്ച കുറെ സാധനമുണ്ട് കരിഞ്ഞത്. അതൊക്കെ പാട് ഈ ഭാര്യ എന്ത് ചെയ്തു? ഈ വെള്ളത്തിലിട്ടു. അതും ഭരതൻ കഴിച്ചു. എങ്ങനെ കഴിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുക. എങ്ങനെയാ കഴിച്ചത്? അമൃതവൽ അഭ്യവഹരതി. ഇത് അമൃതമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്രേ ഭരതൻ അത് മുഴുവനും കഴിച്ചത്. ഇത് വേദത്തിലുള്ളതാണ്. ഈ ഒരു സംഗതി എവിടെയുള്ളതാണ്? വേദങ്ങളിലുള്ളതാണ്. വേദങ്ങളിൽ പറഞ്ഞതുപോലെ വേണ്ടേ ജീവിക്കുക? നമ്മളൊന്നും അങ്ങനെ ജീവിക്കാറില്ല അല്ലെ? വേദങ്ങളിൽ എന്താ പറഞ്ഞത്? നമ്മുടെ മുന്നിൽ ആഹാരം എത്തിയാൽ ആ ആഹാരം അമൃതമാണ് എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അന്നം നിന്ദ്യാൽ, സംശയം ഉണ്ടെങ്കിൽ തൈത്തിരീയോപനിഷത്ത് നോക്കാം. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നു എന്ത്? അന്നം നിന്ദ്യാൽ. എന്താ അർത്ഥം? ആഹാരത്തെ നമ്മുടെ മുന്നിലെത്തിയാൽ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. നല്ലപോലെ ഓർമ്മ ഉണ്ടാവണേ. ജീവിതത്തിൽ എപ്പോൾ ആഹാരം കഴിക്കുമ്പോഴും അതിനെ നിന്ദിക്കാൻ പാടില്ല. ഉപനിഷത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാത്മാവായിരുന്നു ഭരതൻ. അതുകൊണ്ട് എന്തെങ്കിലും രോഗങ്ങളൊന്നും വന്നില്ല. അദ്ദേഹത്തിന് ഒരു രോഗവും വന്നില്ല. കാരണം എന്താ? അമൃതാണ് എന്ന് ശരിക്കും വിചാരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചാൽ ഒരാഹാര പദാർത്ഥവും നിങ്ങൾക്ക് രോഗങ്ങൾ പ്രദാനം ചെയ്യുന്നതല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് ആഹാരം കിട്ടിയാലും അമൃതാണ് എന്ന് വിചാരിച്ചിട്ടേ അത് കഴിക്കാവൂ. മനസ്സിലായോ? ചെയ്തു നോക്കൂ. നമ്മൾ ഇങ്ങനത്തെ ആഹാരം നമ്മൾ കഴിക്കണം. നമ്മൾ നല്ല ആഹാരമല്ലേ കഴിക്കുക. ആഹാരം കഴിക്കുമ്പോൾ ഇത് അമൃതമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഏതാഹാരവും കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുന്നവന് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ആ ആഹാരം എന്തായിട്ട് മാറും? അമൃതമായിട്ട് മാറും. അങ്ങനെ ജീവിച്ചാണ് അദ്ദേഹം. പറഞ്ഞാൽ തീരും ഞാനുടെ കഥ ഭരതൻ.
അപ്പോഴാണ് ഈ ഒരു ദിവസം ഏതുമാടത്തിന്റെ മുകളിൽ ഇരിക്കുക. എല്ലാ ദിവസവും നമ്മൾ കയറിയിരിക്കണം. ഒരു ദിവസം ഏതുമാടത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഓടി വരും. ഇത് വാങ്ങുകയാണ്, എല്ലാവരും പൊട്ടാതാണ്. ഭരതൻ വേഗം ആര് പറഞ്ഞാലും കേൾക്കും. ഏറുമാടത്തിന്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് ഈ വന്ന ആൾക്കാരൊക്കെ പാടെ കാട്ടുവള്ളി കൊണ്ട് ഈ ഭരതയോഗീശ്വരനെ പിടിച്ചങ്ങോട്ട് കെട്ടി അരശനയ. എന്തിനാന്ന് ചോദിച്ചില്ല. കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടി ഉന്തി നേരെ ഇവിടെ കൊണ്ടുപോയി കൊൽക്കത്തയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. ഈ ക്ഷേത്രത്തിന്റെ സമീപം വരെ ഞാൻ പോയി. ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, തിരുമേനി ഇന്ന് അങ്ങോട്ട് പോണ്ട, അവിടെ നാടിനെ കശാപ്പ് ചെയ്യുന്നുണ്ട്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്നും ഈ കൊൽക്കത്തയിൽ ആ ക്ഷേത്രത്തിൽ ആട് മുതലായ ജീവികളെ കശാപ്പ് ചെയ്ത് ഭദ്രകാളിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ അമ്പലത്തിന്റെ അടുത്ത് വരെ ഞാൻ പോയി. ഈ സംഭവം നടന്ന അമ്പലത്തിന്റെ അടുത്ത് വരെ ഞാൻ പോയിട്ടുണ്ട് കൊൽക്കത്തയിലെ. അപ്പൊ കൊൽക്കത്തയിലുള്ള ആ കാളി ക്ഷേത്രത്തിലേക്കാണ് ആരെ കൊണ്ടുപോയത്? ഇവന്മാര്, ഈ ദുഷ്ടന്മാര് ഈ മഹാത്മാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? നല്ലതുപോലെ വെട്ടിക്കൊല്ലാൻ കൊണ്ടുപോവുക, കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. വാളുകൊണ്ട് വെട്ടി കൊണ്ട് കൊല്ലുകയാണ്. എന്നിട്ട് ആ ചോര ഭദ്രകാളിക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി നല്ല ആഹാരമൊക്കെ കൊടുത്തു. ആഹാരമൊക്കെ കഴിച്ചു. കുളി കഴിഞ്ഞപ്പോഴേ കുളിപ്പിച്ചു, ആഹാരം കൊടുത്തു. അത് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ചു. ഭരതന്റെ മേലൊക്കെ നല്ല ഭദ്രകാളിക്ക് ചുവപ്പ് ചുവന്ന പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ചപ്പോഴൊന്നും ഭദ്രകാളി ആരും ഒന്നും ചോദിച്ചില്ല. ഭരതനൊന്നും ചോദിച്ചില്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നും ചോദിച്ചില്ല. നേരെ രാത്രി സമയം കാളി ക്ഷേത്രത്തിൽ ഒരുപാട് പേര് ഈ വെട്ടുന്നത് കാണാൻ വന്നിട്ടുണ്ട്. മനുഷ്യന്മാരങ്ങനെയാണല്ലോ അല്ലേ? എല്ലാ കാലത്തും മനുഷ്യന്മാരങ്ങനെ. എന്ത് ക്രൂരകൃത്യം കണ്ടാലും അത് ഇങ്ങനെ നോക്കി നിൽക്കാനിരിക്കും. ഇന്നത്തെ കാലത്ത് മൊബൈലിൽ പിടിക്കാൻ എന്തൊരു വാസനയല്ലേ? ഇന്നത്തെ കാലത്തുണ്ട് വല്ല ക്രൂരകൃത്യങ്ങൾ എവിടെയും നടക്കണം സമയത്ത് ഉടനെ ആൾക്കാർ മൊബൈലെടുത്ത് ഇങ്ങനെ വീഡിയോ പിടിക്കണമെന്നാണ്. എനിക്ക് ആ സമയത്ത് പട്ടിക കൊണ്ട് ചന്തിക്ക് തല്ലാന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് പട്ടിക കിട്ടാറില്ല. ക്രൂരകൃത്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? എന്ത് ചെയ്യാൻ പാടില്ല? മോശമായ ചിത്രങ്ങൾ, ക്രൂരമായ രംഗങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസിൽ വീഡിയോ ആയിട്ടോ ചിത്രമായിട്ടോ എടുക്കാൻ പാടില്ല. അതാണ് ഇവിടെ പലരും ചെയ്യണതല്ലേ. മഹാഭാവമാണ് അത് ചെയ്യണം. അന്ന് പിന്നെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ആരും ചിത്രം എടുത്തില്ല. ശ്രീശോപുരം പരിഷത്ത് നല്ല കഥയായിട്ട് പറഞ്ഞു തരാം, കേട്ടോളൂ. അങ്ങനെ ഭരതനെ എന്ത് ചെയ്തു? അമ്പലത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ അമ്പലത്തിന്റെ മുന്നില്, കാളിയുടെ നേരെ മുന്നില് വലിയൊരു കരിങ്കല്ലുണ്ട്. ഈ വെളിച്ചപ്പാടന്മാരൊക്കെ ശരിക്കുള്ള വെളിച്ചപ്പാടൊന്നും അല്ല കേട്ടോ. വെളിച്ചപ്പാടന്മാരൊക്കെ വരുന്ന സമയത്ത് മൂക്കറ്റം കുടിച്ചു വന്നതാണ്. കുടിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പാടുമോ? ഇവരൊന്നും ശരിക്കുള്ള വെളിച്ചപ്പാടൊന്നുമല്ല. മൂക്കറ്റം കുപ്പിയിലുള്ളത് അകത്താക്കി, ഞങ്ങളുടെ നാട്ടിൽ പാമ്പാവുക എന്ന് പറയും. അങ്ങനെ വന്നിരിക്കുക അമ്പലത്തിൽ കയ്യിൽ വാളൊക്കെ എടുത്തിട്ട് വെളിച്ചപ്പാടാന്ന് പറഞ്ഞ് പൊട്ടിപ്പറ്റാന്നുള്ളത്. ഈ ദുഷ്ടന്മാരൊക്കെ പാടെ ഭരതനെ പിടിച്ച് പ്രദക്ഷിണം ഉപയോഗിച്ച് നേരെ മുന്നിൽ ഒരു ബലിക്കല്ലത, ഇവിടെ ഒരു നമ്മൾ കണ്ടില്ല, ആ ബലിക്കല്ലത. ഈ ബലിക്കല്ലിന്റെ ആ സ്ഥാനത്ത് അവിടെയാണ് വലിയൊരു കല്ലുള്ളത്. ആ കല്ലിന്റെ മുകളിൽ ഭരതനെ കിടത്തി ഈ വെട്ടാൻ പോവുക. ഭരതൻ അവിടെ കടന്നു. നമ്മൾ വലിയ കൂടായിട്ട് കിടക്കുക. അപ്പൊ അവർക്ക് തോന്നി കഴുത്തൊന്ന് ശരിയായി. അപ്പൊ കഴുത്ത് ഇങ്ങോട്ട് ചരിച്ചു. നേരെയൊക്കെ ഇങ്ങനെ വെട്ടുമ്പോൾ ശരിക്കും കഴുത്ത് കൊള്ളണ്ടേ? അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങനെ തിരിച്ചു. യാതൊരു പേടി എന്ന് മനസ്സിലായി. അന്നെ വെട്ടാൻ പോവാന്ന് മനസ്സിലായിട്ടും ഈ ഭരതൻ എന്തുണ്ടായില്ല? ലവലേശം പേടിച്ചില്ല. ഇതാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. പേടി വേണ്ട ജീവിതത്തിലെ. എന്ത് വേണ്ട? ഉപനിഷത്ത് പറയും അഭീഹി അഭീഹി അഭീഹി. 3 തവണയാണ് ഉപനിഷത്ത് പറയും. അഭീഹി പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പേടി കൂടാതെ ജീവിക്കണം. പേടിക്കുന്നവൻ ആരെ കിട്ടുകയില്ല? ആരെ കിട്ടില്ല? ആത്മാവിനെ കിട്ടുകയില്ല. പേടിയുള്ളവൻ ആത്മാവിനെ കിട്ടില്ല. ആത്മാവിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അപാരമായ ധൈര്യം വേണം. കണ്ടോളൂ, ലോകത്തിലെ ഏറ്റവും ധീരനായ ഒരു മഹാപുരുഷനെ കണ്ടോളൂ. കൊല്ലാൻ പോകുന്ന സമയത്ത് പോലും യാതൊരു പദവിച്ചില്ലാതെ ആ കരികല്ലും കൊണ്ട് കിടക്കുക, കിടക്കുക. കുറച്ചു കഴിഞ്ഞ് ശ്രീകോവിലോട് തുറന്നു. ശ്രീകോവിൽ അങ്ങോട്ട് തുറന്നപ്പോഴേക്കും വാദ്യക്കാരെ കണ്ടില്ലേ? അമ്പലത്തിൽ വാദ്യക്കാരുണ്ടല്ലോ.
ശ്രീകോല് തുറക്കുമ്പോഴോ അവര് കണ്ണ എന്താ പറയുക ദ്രുതതാളത്തിനാണ് അവരുണ്ട്. കർപ്പൂരം അങ്ങനെ ഒഴിയുന്നുണ്ട്, മടിയിട്ടിരിക്കുന്നുണ്ട്, അമ്മേ ദേവി ഭദ്രകാളി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് നേരെ ഇദ്ദേഹത്തിന്റെ തേജസ് നേരെ മുന്നിൽ കടത്തിയിരിക്കുക. അമ്പലത്തിന്റെ മുന്നിൽ ആരെ കടത്താൻ പാടോ? പാടില്ല. അമ്പലത്തിന്റെ നേരെ മുന്നിൽ തൊഴാൻ പാടോ? ഒരൊറ്റ അമ്പലത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ നിൽക്കാൻ പാടില്ല, തൊഴാനും പാടില്ല. ഇത് ശ്രീകോവിലിന്റെ നേരെ മുന്നിലാണ് കടത്തിയത്. ആരെ? ഈ വിവരമില്ലാത്ത വിദ്വാന്മാരെ. കടത്താനും പാടില്ല. അതെന്താ സംഭവിക്കുക എന്നറിയോ? ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയവരുടെ ഉള്ളിൽ ബ്രഹ്മതേജസ് ഉണ്ടായിരിക്കും. അതങ്ങനെ കത്തുന്ന പറയാം. ബ്രഹ്മതേജസ് കൊണ്ട് എന്തുണ്ടാവും? അഗ്നി ഉണ്ടാവും. ആ അഗ്നിയുടെ ചൂട് നേരെ ഭദ്രകാളിക്ക് കിട്ടി. ഭദ്രകാളിക്ക് അകത്തിരിക്കാൻ പറ്റണില്ല. നല്ലോണം കത്തുന്ന തീരെ ഇടയ്ക്കൽ കിട്ടാൻ നിൽക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെയെങ്കിലും തീർന്ന് ചാടി പുറത്തേക്ക് നിങ്ങളെ കത്തുന്ന തീയിലേക്ക് പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഇരിക്കും? ആരും ഇരിക്കില്ല. കത്തുന്ന തീയിലേക്ക് പിടിച്ചിട്ടാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ നോക്കില്ലേ? അതന്നെയാ ഭദ്രകാളി ചെയ്തത്. ഈ ബ്രഹ്മതേജസ് കൊണ്ട് ചൂട് സഹിക്കാൻ പറ്റാതെ ഭദ്രകാളി കല്ലിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. അത് കല്ല. ഭദ്രകാളിക്ക് ചൂട് കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാതെ ഭദ്രകാളി തന്റെ ശരിക്കുള്ള രൂപമെടുത്ത് ശ്രീകോവിലിൽ നിന്ന് അട്ടഹാസം ചെയ്ത് പുറത്തേക്ക് ചാടി. ഭദ്രകാളി മാത്രമല്ല ശ്രീകോവിലുള്ളത്, സംഘങ്ങൾ കുറേ ഉണ്ടല്ലേ. എല്ലാവരും ചൂട് സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് ചാടി. ഭദ്രകാളി വന്ന് നേരെ ഭരതന്റെ മുന്നിലെത്തി. അടറി വിളിക്കുക ഭദ്രകാളി. ആൾക്കാരൊക്കെ അമ്പരന്ന് നോക്കി നിന്നു. ആ ദുഷ്ടനായ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് ആ വാളും കൊട്ടെടുത്തിട്ട് എന്താ ചെയ്തതെന്നല്ലേ? ആ വെളിച്ചപ്പാടിന് മുടിയുണ്ട് കുറെ. ആ വെളിച്ചപ്പാടിന്റെ മുടി ഭദ്രകാളി എന്ത് ചെയ്തു? ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വലത്തെ കയ്യിലുള്ള വാളുകൊണ്ട് ദുഷ്ടനായ വെളിച്ചപ്പാടിന്റെ വെട്ടാണ് വെട്ടിയത്. എന്നിട്ട് ചോര കണ പ്രവഹിക്കുക. ആ ചോര മുഴുവൻ ആര് കുടിച്ചു? ഭദ്രകാളി കുടിച്ചു. എല്ലാ ദുഷ്ടന്മാരെയും ഭദ്രകാളി അവിടെ വെച്ച് വാളുകൊണ്ട് വെട്ടി അവരുടെ ചോര കുടിച്ചു. മാത്രമല്ല അവരുടെ തലകളൊക്കെ അമ്പലം മുറ്റത്തിട്ട് ശില കന്തുക ലീലയ. കന്തുകം എന്ന് പറഞ്ഞാൽ പന്ത് എന്നാർത്ഥം. അപ്പൊ ഒരു വാക്കുകൂടി പഠിച്ചില്ലേ? കന്തുകം പന്ത്, കന്തുക ക്രീഡ പന്ത് കളി, പാദകന്തുകം ഫുട്ബോൾ. ഇതൊക്കെ പഠിച്ചില്ലേ? കന്തുകം കന്തുക ക്രീഡയാണ്. ഭദ്രകാളി എന്തുകൊണ്ടാണ് പന്ത് കളിച്ചത്? ഈ ദുഷ്ടന്മാരുടെ തല മുഴുവൻ വെട്ടി ആ തല കൊണ്ട് ചവിട്ടി അവർ പന്ത് കളിച്ചു, അട്ടഹാസം ചെയ്തു, ചോര കുടിച്ചു, കുറെ നേരം നൃത്തം വെച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഭദ്രകാളിയും സംഘവും നേരെ ശ്രീകോവിലിൽ പോയി. അവിടെ ചൂടൊക്കെ പോയി കണ്ടപ്പോ ആ കല്ലിൻ്റെ ഉള്ളിൽ അവിടെ ഒളിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ നേരെ നോക്കിയിട്ടുണ്ടോ ശ്രീകോവിലേക്ക്? തിരുമേനി നല്ലതുപോലെ അലങ്കരിച്ച ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിമയാ കാണാനല്ലേ? അത് പ്രതിമയൊന്നുമല്ല, അത് പ്രതിമയല്ല, അത് കല്ലല്ല. പിന്നെയോ എത്രയോ 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 കാലം പഴക്കമുള്ളൊരു അമ്പലല്ലേ ഇത്? കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? നോക്കും. നിങ്ങൾ ആരാ നോക്കിയതല്ലേ? നല്ലോണം സൂക്ഷിച്ച് നോക്കണം. ഈ പരിയാരത്തപ്പൻ്റെ അടുത്തൊന്ന് വെറുതെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് പോയാൽ പോരാ. പിന്നെയോ നിങ്ങൾ ആ ശ്രീകോവിലിൻ്റെ ഓരോ ഭാഗവും നല്ലതുപോലെ അടുത്തു പോയി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിനൊരുപാട് പഴക്കമുണ്ട്. ഏതോ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെക്കാൾ തപശക്തി ഉണ്ടായിരുന്നു, ആധ്യാത്മികമായ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഏതോ കാലത്തുള്ള ഏതോ ചില മഹാത്മാക്കളാണ് ആ സുബ്രഹ്മണ്യ സ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചത്. പക്ഷേ ഇപ്പൊ ഭഗവാൻ കല്ലിൻ്റെ ഉള്ളിൽ അവിടെ ഇരിക്കുക. എന്തെങ്കിലും കണ്ണൂരിൽ എവിടെയെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ ഈ ഭദ്രകാളി കല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതുപോലെ ആ സുബ്രഹ്മണ്യ സ്വാമി കല്ലിനുള്ളിൽ നിന്ന് ശരിക്കും പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ദേവസേനാപതിയ അങ്ങനെ മനസ്സിലായില്ലേ? അത് നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി. അകത്തിരിക്കണത് ആരാണ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലാന്ന് നിങ്ങളെ ഞാൻ 3-4 ദിവസമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. ആരാ അകത്തിരിക്കണത് മനസ്സിലായില്ല. അതത്ര വേഗമൊന്നും മനസ്സിലാവില്ല. അത് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവും അല്ലേ? ഷൺമുഖന വേണ്ടി വന്നാൽ ഞാൻ നാളെ പറഞ്ഞില്ലേ നിങ്ങളോട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ അധർമ്മങ്ങളും, കണ്ണൂരിൽ നടക്കുന്ന എല്ലാ അധർമ്മങ്ങളും ആ ഭഗവാൻ
12 കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. കണ്ണ് രണ്ടല്ല, 6 മുഖമാകുമ്പം 6 ഗുണം 2 സമം 12 കണ്ണുകൊണ്ട് ഈ നാട്ടിൽ നടമാടുന്ന എല്ലാ മോശമായ കാര്യങ്ങളും ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? സുബ്രഹ്മണ്യ സ്വാമി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാക്ഷാൽ ജഗന്നാഥമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് എന്താണ് വെയിറ്റ്സ്? വെയിറ്റ്സ് പറഞ്ഞാൽ എന്താ? ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്, പക്ഷെ ഭഗവാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഒരു സമയം വന്നാൽ ആ ഭഗവാൻ എന്ത് ചെയ്യും? മയിലിന്റെ പുറത്താണ് വരിക. വാഹനം എന്താ? മയിലാണ്. ആ ശ്രീകോവിലുള്ളതൊരു വരവുണ്ടാവും പുറത്തേക്ക്. മയിലിന്റെ പുറത്ത് വന്ന് എത്ര ദുഷ്ടന്മാരാണോ നാട്ടിലുള്ളത് കരുതി നിന്നോലിട്ടോ. നാട്ടിലുള്ള ദുഷ്ടന്മാരൊക്കെ കരുതി നിന്നോളി. മയിലിന്റെ പുറത്ത് പണ്ട് ദേവാസുര യുദ്ധത്തില് ദേവന്മാർക്ക് രക്ഷ കിട്ടണ്ടേ, അസുരന്മാരെ തോൽപ്പിക്കണ്ടേ? ഒരു രക്ഷയും കിട്ടണില്ല. അവസാനം ദേവന്മാരൊക്കെ പോയിട്ട് ഈ സുബ്രഹ്മണ്യ സ്വാമി ചെറിയ ഉണ്ണിയാണ്, ഉണ്ണി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദേവസേനയുടെ പതിയായിട്ടിരിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ആ കൊച്ചുണ്ണി അന്ന് വന്നു. ചെറിയ ഉണ്ണിയാണ്. ദേവസേനയുടെ മുഴുവൻ പതിയായിട്ട് വന്നൊരു യുദ്ധം ഉണ്ടായിരുന്നു. എന്താ യുദ്ധല്ലേ, ഘോരമായ യുദ്ധം. ആ യുദ്ധത്തിൽ സകല അസുരന്മാരെയും വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ച ആളാണ് എവിടെ ഇരിക്കണത്? ആശയിരിക്കണത്. ഭാഗ്യം വേണം. ഈ മണ്ണിൽ കാല് കുത്തണമെങ്കിലേ, ഈ മണ്ണിലെ കാല് കുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം വേണം. കോടി ജന്മ സമുദ്രേന പുണ്യേന ഋതുലഭ്യതേ. എത്രയോ ജന്മങ്ങളില് നമ്മൾ ചെയ്യുന്ന സുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ട് മാത്രമേ ആ പടി കയറി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ വല്ലതും? അപ്പൊ നമ്മൾ ഏതോ ജന്മത്തിൽ എന്തോ ചില പുണ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നമുക്കറിയില്ല. ഞാനാലോചിക്കും, ഞാൻ എന്ത് പുണ്യം ഭഗവാനെ ചെയ്തത്? എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഈ ജന്മത്തെ കാര്യങ്ങളല്ലേ അറിയുള്ളൂ അല്ലേ? എൻ്റെ ഈ ജന്മത്തെ ഓർമ്മയിൽ ഞാൻ അത്ര വലിയ പുണ്യമോ സുഹൃതമോ ഒന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല. എന്നിട്ടും ഈ അകത്തിരിക്കുന്ന ഭഗവാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നതല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ പോയി നോക്കും, ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ശ്രീകോവിലിന്റെ പിന്നിൽ നോക്കും, ആ വശങ്ങളിൽ പോയി നോക്കും, ഇടയ്ക്കിടയ്ക്ക് അന്തിയും പിന്നിൽ പോയി നോക്കും, ഇടയ്ക്ക് ചുറ്റുപാടൊക്കെ നോക്കി നടക്കും. ഇതാ എൻ്റെ പണി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോകണല്ലേ? ആൾക്കാർ ഇങ്ങനെ തിരുമേനി എണീറ്റ് പോകണത് എനിക്ക് ഇവിടെ ഇരിക്കണേനേക്കാൾ രസം അവിടെയൊക്കെ പോയിട്ട് ഓരോന്ന് തന്നെ കാണാനാ. കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടതെന്ന് അറിയും. എല്ലാ കാഴ്ചകളും നിങ്ങളോട് പറയാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് കുടിജന്മ സമുദ്രേന പുണ്യേനൈവത്തു ലഭ്യതേ. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ എന്തോ പുണ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര പേരല്ലേ ആ പടി കയറി ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. നാട്ടിൽ ആൾക്കാർക്ക് ക്ഷാമൊന്നുമില്ല. എത്ര ആൾക്കാരുണ്ട് നാട്ടിലല്ലേ? പക്ഷെ എല്ലാവർക്കും ആ പടികൾ കയറി വരാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ എന്തോ ഒരു പുണ്യം ഏതോ ജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. അവിടെ ഇരുന്നിട്ട് ഭാഗവതം കേൾക്കണമെങ്കിലോ ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ടല്ലേ നമ്മൾ ഭാഗവതം കേൾക്കണത്. ആ ഭാഗവതം ചെവിയിൽ കൂടെ ഈ മണ്ണിൽ നിന്ന് കേൾക്കണമെങ്കിൽ പിന്നെയും നമ്മൾ എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് സംശയം എന്തോ എനിക്കറിയില്ല. അത് മറക്കരുത്. ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ ആഹാരം കഴിക്കും, കൂട്ടുകാരോട് സംസാരിക്കും, ഇതിലൊക്കെ നടക്കും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് നമുക്ക് ആ വിചാരമുണ്ടാവണം, എവിടെയാ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെയും ഞാനൊക്കെ പറഞ്ഞില്ലേ, ചുപ്പിലോ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? ഭാഗവതത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കണതല്ലേ. കണ്ടില്ല എന്ന് പറയണ്ട. നോക്കൂ, കണ്ടാലൊരു പുസ്തകം അല്ലേ ഞാനിങ്ങനെ ഉയർത്തി കാണിക്കാറാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഭാഗവതം കാണാം. ഞാൻ എവിടെ പോയാൽ ഈ ഭാഗവതം ഉയർത്തി കാണിക്കാൻ എൻ്റെ ഒരു ശീല. ഇത് കണ്ടാൽ എന്താ
ഇപ്പോഴൊന്നുമല്ല, കുറച്ചു കാലം മുമ്പ് ഒരാളിനോട് ചോദിച്ചു, തിരുമേനി എത്ര തവണ ഈ ഭാഗവതം വായിച്ചു? ഞാനെങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാനെന്നെ കണക്കൊന്നും, ഞാനിതൊന്നും കണക്ക് വെക്കാറില്ല. ഇത് എത്ര തവണ വായിച്ചു എനിക്കറിയില്ല. ഞാൻ യാതൊരു കണക്കും വെച്ചിട്ടില്ല. ഇത് എത്ര തവണ വായിച്ചു എനിക്കറിയില്ല എന്ന് കണക്ക് വെക്കാൻ പിന്നെ എനിക്കറിയാൻ പറ്റുക. ഏതോ ഗുരുവിന്റെ കൃപ കൊണ്ട്, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഭാഗവതം എത്രയോ 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 തവണ വായിക്കാൻ എൻ്റെ ഈ ആയുഷ്കാലം കൊണ്ട് എനിക്ക് സാധിച്ചു. എത്ര തവണ വായിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനത്തെ കുറെ കൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് അനുഭവമായത്, ഇത് ഗ്രന്ഥമല്ല, ഇതെന്താണ്? ശ്രീമദ് ഭാഗവതാഖ്യോയം കൃഷ്ണയേവഹി. ഇത് ശ്രീകോവിൽ. ആ ശ്രീകോവിലിനുള്ളിലാണ് ആയിരിക്കുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവായിയോടെ ഭക്തിയോടെ പാരായണം ചെയ്യാൻ ഗുരുപരമ്പരയിൽപ്പെട്ട ധാരാളം ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അവരെന്താ ഞാൻ പുണ്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ പുണ്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഏതോ ഭാഗ്യം കൊണ്ട്, ഏതോ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യം കൊണ്ട് ഈ ഭാഗവതം വായിക്കാൻ കഴിയുന്നു. അതിൻ്റെ മുമ്പിലല്ലേ നിങ്ങൾ ഇരിക്കണതല്ലേ? ഇത് കേൾക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി, ഭാഗവതം കേൾക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ജീവിതത്തിൽ യാതൊന്നും ചെയ്യാനില്ല. ഇത് സത്യമാണ്. ഇത് ഈ രഘുഗണൻ എന്ന രാജാവ് എന്താ ചെയ്തത്? ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഭരതയോഗീശ്വരൻ എല്ലാവരും പോയി എന്ന് കണ്ടപ്പോൾ കാളീക്ഷേത്രത്തില് ഏകദേശം ബലിക്കല്ലിന്റെ സ്ഥാനത്തുള്ള വലിയ കരിക്കല്ലിന്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റു. 4 ഭാഗത്തും നോക്കിയപ്പോൾ എന്താ ഭരതൻ കണ്ടത്? കുറേ മനുഷ്യന്മാരുടെ തല, ചോര, കൈയൊക്കെ വെട്ടിയിട്ടിരിക്കുകയാണ് അമ്പലത്തിന്റെ മുറ്റത്തെ. അദ്ദേഹത്തിനൊന്നും തോന്നിയില്ല. അദ്ദേഹം ഇവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് എങ്ങോട്ടോ നടന്നു പോവുക. തന്റെ മരണം അടുത്തു വന്ന സമയത്ത് പോലും ഒരിക്കൽ പോലും പേടിക്കാതെ നിർഭയനായി ജീവിച്ച ഈ ഭരതനെ നമ്മൾ മറക്കരുത്. ഈ ഭരതന്റെ പേരിലാണ് നമ്മുടെ നാടിന് ഭാരതം എന്ന് പേര് കിട്ടിയത്. നമ്മുടെ നാടിനോട് അസൂയ മൂത്തിട്ടാണ് ചില ദുഷ്ടന്മാര് അതിന്റെ പേരെന്താക്കി മാറ്റിയത്. നമ്മുടെ നാട് ഒരിക്കലും അഭിവൃദ്ധിപ്പെടരുത് എന്ന് കരുതിയിട്ട് അവരെ കൽപ്പിച്ചു കൂട്ടി പേര് മാറ്റി INDIA, ഇന്ത്യ എന്ന് പേരാക്കിയ ചരിത്രം എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ പേര് ഭരതൻ എന്നാണ്. അത് ഈ ഭരത ചക്രവർത്തി ഇത്രയും മഹാനായ ഒരാള് രാജ്യം ഭരിച്ചത് കൊണ്ടാണ്, അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മുടെ നാടിന് ഭാരതം എന്ന് പേര് കിട്ടി. ഇപ്പൊ ഭാരതം ഭാരതം എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഭദ്രകാളിയുടെ കഥയും ഈ മഹാത്മാവ് എത്ര വിശ്വാസം, ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. അദ്ദേഹം ഒരു ജന്മത്തിൽ മാനായിട്ടാണ് അത്ര ജനിച്ചത്. ഒരു ജന്മത്തിൽ ചക്രവർത്തി, 2ാമത്തെ ജന്മത്തിൽ മാനായി, 3ാമത്തെ ജന്മത്തിലാണ് പൊട്ടനെ പോലെ ജീവിച്ചത്. നടക്കുമ്പോ ശ്രദ്ധിക്കും. എന്താ നമ്മളെ മാതിരി എല്ലാം ഭരതം നടക്കുക. അതാണ് നമുക്ക് നടക്കാൻ പോലും അറിയില്ല എന്ന് ഞാൻ പറയാറില്ല നിങ്ങളോട്. ഇന്നത്തെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് നടക്കാൻ പോലും അറിയില്ല. കാരണം അവൻ മിക്കവാറും സമയത്ത് ഒന്നുകിൽ ഫ്ലൈറ്റിലാണ്, അല്ലെങ്കിൽ ട്രെയിനിലാണ്, അല്ലെങ്കിൽ കാറിലാണ്, അല്ലെങ്കിൽ 2 വീലറിലാണ്. പിന്നെ അവനെങ്ങനെയാണ് നടക്കാൻ ഇഷ്ടമുണ്ടാവുക? ഇന്ന് ലോകത്തിൽ വാഹനം ഉപയോഗിക്കുന്ന 90% മനുഷ്യർക്കും നടക്കാൻ അറിയില്ല. എഴുതി വെച്ചോളൂ, ഇതൊരു സത്യമാണ്. ഒരിക്കൽ കൂടി പറയാം, ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന, വിമാനം തൊട്ട് 2 വീലർ വരെയുള്ള നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മിക്കവാറും മനുഷ്യർക്ക് എന്തറിയില്ല? നടക്കാൻ പോലും അറിയില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ ദൈവം വിചാരിക്കും, എന്തിനാ ഇവർക്ക് ഈ കാല് കൊടുത്തത്? കാരണം കാലുകൊണ്ടായാലും നടക്കണില്ല. ഇപ്പോഴുള്ള ആൾക്കാർ കാലുകൊണ്ട് നടക്കണില്ലല്ലോ. ഞാനൊരിക്കൽ ഒരാളെ കണ്ടപ്പോൾ അയാൾ എന്നോട് പറയുകയാണ്, അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മിക്കവാറും സമയത്ത് ആകാശത്താണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ മിക്കവാറും സമയത്ത് ഞാൻ ആകാശത്താണ്. സംഗതി എന്താണെന്നറിയോ? എന്താ?
ഫ്രീക്വന്റ് ഫ്ലയർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. എന്താ പറയാ? ഹി ഈസ് എ ഫ്രീക്വന്റ് ഫ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ ഇടയ്ക്ക് പല നാട്ടിലും ഇങ്ങനെ വിമാനത്തിൽ പറക്കണ ആളാണ്. അപ്പൊ ഇയാൾ മിക്കവാറും സമയത്ത് എവിടെയാണ്? ഇയാൾ മണ്ണ് തൊടുന്നു. ഇയാൾ മിക്കവാറും സമയത്ത് ഫ്ലൈറ്റിലാണ്. ഇങ്ങനെ ഒരു ഇന്ന് വേറെങ്കിലേക്ക് അവിടുന്ന് വേറെങ്കിലും ഇങ്ങനെ പോവുക. ഇതിനാണ് എന്താ പറയാ? ഫ്രീക്വന്റ് ഫ്ലയർ. ഇടയ്ക്ക് അപ്പൊ മിക്കവാറും ഇയാൾ എപ്പോഴും എവിടെ ഉണ്ടാവുക? മിക്കവാറും ഇയാൾ ആകാശത്തേക്ക്, ഇയാൾ വല്ലപ്പോഴും ആ ഭൂമിയിലൂടെ. അങ്ങനെയുള്ള വീരന്മാരുടെ നമ്മുടെ നാട്ടില്. ഇങ്ങനെ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ അവരുടെ കാലം എന്തിനാണെന്ന് അറിയോ? കാലെന്തിനു തന്നു ഭഗവാൻ? പണ്ടൊരാൾ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് കാല് തന്നത് നടക്കാനാണ് അല്ലെങ്കിൽ ഓടാനാണ്? നടക്കാനും ഓടാനും നിങ്ങളുടെ കാല് ഉപയോഗിച്ചില്ലെങ്കിൽ കുറച്ച് തലമുറ കഴിയുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികൾക്കൊന്നും അവരുടെ കാല് ശരിക്കും പ്രവർത്തിക്കേണ്ടിയോ. ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും അങ്ങനെയാണ്. ഉണ്ടാവുന്ന കുട്ടിക്ക് കാല് ശരിക്കും പ്രവർത്തിക്കണില്ല. കുറേ തലമുറ കഴിഞ്ഞാൽ ഈശ്വരൻ വിചാരിക്കും ഇവർക്ക് എന്തിനാ അവരുടെ കാല് കൊടുത്തു, അങ്ങനെ കാല് ഉപയോഗിക്കില്ല. കാലിങ്ങനെ കുറേ തലമുറ കഴിയുമ്പോൾ പിന്നെ ഭഗവാൻ വിചാരിക്കും ഇവർക്ക് വെറുതെ കാല് ഉപയോഗിക്കില്ല, കാല് വേണ്ട. പിന്നെ ഉണ്ടാവുന്ന മനുഷ്യന്മാർക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, കാല് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടാവും, പക്ഷേ അതുകൊണ്ട് നടക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല. പിന്നെയോ വേറെ എന്തെങ്കിലും ചെറിയ സോഫ്റ്റ് ടച്ചാണല്ലോ. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? കാറിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കാലുകൊണ്ട് തൊട്ടാൽ മതി. കൂടുതൽ ടച്ചുകളൊക്കെ സോഫ്റ്റ് ആവുകയാണ്. അപ്പൊ പിന്നെ അതിന് മാത്രമേ പറ്റുള്ളൂ, ഓരോന്നിനും പറ്റില്ല. ഞാൻ പറഞ്ഞതിന് ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഗൗരവം മനസ്സിലാക്കിയിട്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കാറുകളൊക്കെ സപ്താഹം കഴിഞ്ഞ് വലിയ താമസമില്ലാണ്ട് അത് ആർക്കെങ്കിലും വിറ്റൊഴിവാക്കിയിട്ട് നടക്കാൻ പഠിക്കുകയാണ്. കയ്യിലുള്ള ടൂ വീലറൊക്കെ ആർക്കെങ്കിലും വിറ്റൊഴിവാക്കിയിട്ട് കാരണം പഴയതത്ര വിലയൊന്നും കിട്ടില്ല. പഴയതത്ര വില കിട്ടില്ല. കിട്ടിയ വിലയ്ക്ക് വിറ്റൊഴിവാക്കിയിട്ട് നിങ്ങളുടെ മുറ്റങ്ങളൊക്കെ വാഹനമില്ലാത്തതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് മനുഷ്യനെ, നിങ്ങൾ പലതും പറയും, പക്ഷേ ഇത് മനുഷ്യനെ നശിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ചാവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാം. ഞാനാ പറഞ്ഞത്. വാഹനങ്ങൾ ഈ മനുഷ്യ സമൂഹത്തെ ഭയങ്കരമായ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങളൊക്കെ ചാവുന്നതിന്റെ മുമ്പേ എല്ലാ ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും നിങ്ങൾക്ക് വായിക്കാം, കാണാം. അത്ര അപകടത്തിലേക്കാണ് വാഹനങ്ങൾ പോണത്. എത്രയാ വാങ്ങിക്കൂട്ടണമെന്ന് അറിയും ആൾക്കാർ. വാഹനങ്ങൾ ആയിരിക്കും കണക്കില്ല. അതിന്റെ വിപത്ത് മനുഷ്യന്മാർക്കൊട്ട് മനസ്സിലായിട്ടുമില്ല. അത് മനസ്സിലാവും. നമ്മളൊക്കെ ചാവ് ഏകദേശം എത്ര കാലം ജീവിച്ചു? അതിന് മുമ്പ് കാണും. അന്ന് നിങ്ങൾ ഓർമ്മിക്കും. എന്നെ ഓർമ്മിക്കട്ടെ, ഇത് പറഞ്ഞ എന്നെ ഓർമ്മിക്കേണ്ട, ഭാഗവതത്തെ അന്നെങ്കിലും നിങ്ങൾ ഓർമ്മിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയും അന്ന് തിരുമേനി പറഞ്ഞത് ശരിയാട്ടോ, ഇത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുന്നത് എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായത്? കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായത്? വെള്ളപ്പൊക്കം വന്ന് കഴിഞ്ഞപ്പോഴല്ലേ, പ്രളയം വന്ന് കഴിഞ്ഞപ്പോഴല്ലേ കേരളീയർക്ക് പ്രളയം എന്താണെന്ന് മനസ്സിലായത്? മുൻകൂട്ടി ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പൊ മുൻകൂട്ടി അറിയാൻ പറ്റും. ഏതായാലും കരുതിയിരിക്കുക. ഭരതൻ എന്ത് ചെയ്തു? ഭരതൻ ഈ പല്ലൊക്കെ തോളിൽ വെച്ചിട്ട് നടക്കുമ്പോ എന്താണ്, ജീവികളൊന്നും കാര്യപ്പെട്ടു പോണ്ടാന്ന് കരുതി ശ്രദ്ധിച്ചാൽ നടക്കുക, ചത്തുപോവില്ലേ? അപ്പൊ ഈ പല്ലക്കിന്റെ കണ്ട് തോളിൽ വെച്ച് ചാടി നടന്ന പല്ലക്കിലിരിക്കുന്നതിനകത്ത് വല്ല രസം ഉണ്ടാവുമോ? രഘുവണൻ ചൂടായി. ആരാങ്ങനെ പല്ലക്ക് ചുമക്കണോ ചോദിച്ചു. അപ്പൊ ഭരതൻ വേണ്ടിയില്ല. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, അവനാ. അപ്പൊ രാജാവ് മെല്ലങ്ങനെ നോക്കിയപ്പോ ആരെ കണ്ടു? ഈ മഹാനുഭാവനെ കണ്ടു. വായെ തോന്നിയ ചീത്ത മുഴുവൻ ആരെ വിളിച്ചു പറഞ്ഞു? ഇങ്ങനെ എഴുതി നോക്കിയപ്പോ കണ്ടപ്പോ, ഭരതനെ കണ്ടപ്പോ ഒരുപാട് പരിഹസിച്ചു, ചീത്ത പറഞ്ഞു. എന്നിട്ട് ഭരതനൊന്നും വേണ്ടിയില്ല. മുമ്പത്തെ പോലെ പല്ലക്ക് ചുമക്കുക. രാജാവിന്റെ ദേഷ്യം വരില്ലേ? ദേഷ്യം വന്ന രാജാവ് രഘുഗണൻ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ചുമന്നിട്ടില്ലെങ്കിൽ നിനക്ക് ശിക്ഷ തരുന്നു പറഞ്ഞപ്പോഴാണ് ഭരതൻ ജീവിതത്തിൽ ആദ്യമായി സംസാരിക്കാൻ തുടങ്ങിയത്. ഇന്നേ വരെ സംസാരിക്കാത്ത ഭരതൻ അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഭരതന്റെ സംസാരം 5 മിനിറ്റ് കേട്ടപ്പോ ഈ രാജാവിന് മനസ്സിലായി എത്രയോ യോഗ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആര് പറയണത്? പല്ലക്ക് ചുമക്കനാണ് പറയണത്. ഉടനെ പല്ലക്ക് താഴെ വെച്ചു. പല്ലക്ക് താഴെ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ നോക്കി വർക്കിയ.
ഇതേതോ ഒരു മഹാത്മാവാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ മൊഴിമുത്തുകളാണ്. കുറച്ചോണ്ട് അദ്ദേഹം ആ ഭരതന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച മന്ത്രമാണ് നമ്മൾ നേരത്തെ പ്രഭാഷണം തുടങ്ങുമ്പോൾ കേട്ട മന്ത്രം. മറന്നുപോയോ? അതെല്ലാം ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ കാരണം? അവിടെ കുറെ കാലമായി വായിക്കാൻ തുടങ്ങിയിട്ടല്ലേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണത്, ജയാമയാർത്ഥസ്യ യഥാഗതം സൽ നിദാഗതഘ്നസ്യ യഥാ ഹിമാംബ ദേഹമാനാഹി വിദഷ്ടദുഷ്ടേഃ ബ്രഹ്മൻവജസ്തേ മൃതമൗഷധം മേ. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഭാഗവതമായിരുന്നു. അങ്ങനെ ആ ഭരതൻ പറഞ്ഞ ഭാഗവതമാകുന്ന അമൃത് കേട്ടിട്ടാണ് എല്ലാം മറന്ന് രഘുഗണൻ പറഞ്ഞതുണ്ട്. ജ്വരാമയാർത്തസ്യ യഥാഗതം സൽ നിദാഘതഘ്നസ്യ യഥാ ഹിമാംബ ദേഹമാനാഹി വിദഷ്ടദുഷ്ടേഃ ബ്രഹ്മൻ അഗസ്തേ മൃത ഔഷധം മേ. ഇത് ഭാഗവതത്തെ പറ്റി പറഞ്ഞാലും ശരിയാണ്. നിങ്ങൾ ആ നാട്ടിലൊക്കെ നടക്കുമ്പോഴേ വലിയ 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 രോഗങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ രോഗികളെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് പരിചയമുള്ള രോഗികളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ രോഗം മാറാൻ ഇപ്പോൾ ഇവിടെ മട്ടന്നൂര് ഈ അമ്പലത്തിന്റെ പേരെന്താ പെരിയാറെന്നാണ് അല്ലേ? ശരിക്കും പെരിയാറല്ല. ഈ സുബ്രഹ്മണ്യന്റെ മിക്കവാറും ക്ഷേത്രങ്ങൾക്കൊക്കെ പരിഹാരപുരം കോഴിക്കോട്ടുണ്ടൊരു പരിഹാരപുരം സുബ്രഹ്മണ്യന. അതെന്താ കാരണം എന്നറിയോ? അവിടെ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും മരുന്ന് എവിടെ കിട്ടും? ഈസ് അവൈലബിൾ ഹിയർ. അവിടെ എഴുതി വെക്കണേ എന്ത്? ഓൾ മെഡിസിൻസ് ആർ അവൈലബിൾ ഹിയർ. പുറത്ത് എഴുതിച്ചാലും ഇംഗ്ലീഷുകാരൊക്കെ വായിച്ചോട്ടെ, ഇംഗ്ലീഷുകാരൊക്കെ വരും. എല്ലാ ഭാഷയിലും പുറത്ത് എഴുതി വെക്കണം എന്ത്? ഓൾ മെഡിസിൻസ് ആർ അവൈലബിൾ ഹിയർ. ഇവിടെ വന്നാൽ മതി. എവിടെ മരുന്നവിടെ മരുന്നിന്റെ കുപ്പി കാണാനില്ലല്ലോ. ഇവിടെ അങ്ങനെയുള്ള മരുന്നോ കുപ്പിയൊന്നും അല്ല. ഭാഗവതം നല്ല ഒന്നാം തരം ഒരു ഔഷധമാണ്. ഔഷധം തന്നെ ഇവിടെ പറഞ്ഞത്. ഈ ശ്രീമദ് ഭാഗവതം നല്ല ഒന്നാം തരം ഒരു ബ്രഹ്മൻ വജസ്തേ മൃതമൗഷധം. ഔഷധം തന്നെയാ പറഞ്ഞത്. ഔഷധം പറഞ്ഞാൽ എന്താ വരുന്നത്? അപ്പൊ ഇവിടെ എന്താ പരിപാടി? പരിഹാരത്തെന്താ പരിപാടി? പരിഹാരപുരം ക്ഷേത്രത്തിൽ എന്താ പരിപാടി? മട്ടന്നൂർ അമ്പലത്തിൽ എന്താ പരിപാടി? അവിടെ ഒരു പരിപാടി ഇല്ല. അവിടെ 8 ദിവസം മരുന്ന് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് തിരുമേനി ഇന്നലെയും മിനിയാന്നൊന്നും ഇവിടുന്ന് മരുന്ന് കൊടുക്കണ കണ്ടില്ലല്ലോ, കൗണ്ടറൊന്നും കണ്ടില്ലല്ലോ. ഇതന്നെയാ കൗണ്ടർ. ഏത്? അങ്ങോട്ട് അവിടെ നിന്ന് നോക്കുമ്പോ ഇവിടെ കാണാനില്ലേ? അവിടെ കുറെ ചിത്രങ്ങൾ കാണുന്നു, കുറെ പ്രതിമകൾ കാണുന്നു. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഈ മൈക്കിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങളുടെ ചെവിയിലേക്ക് ഒഴുകി വരുന്നത് മുഴുവനും എന്താണ്? മരുന്നാണ്. എല്ലാ രോഗങ്ങളും മാറും. ഇത് വെറുതെ പറയണതല്ല. ഇന്ന് രാവിലെ പെടുന്നതായി ഞാൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ വന്നു. ഇന്ന് രാവിലെ ഞാൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, തിരുമേനെ ഞാൻ കൽക്കത്തയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഏതോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൽക്കത്തയിൽ ഞാനൊരു സപ്താഹത്തിന് പോയിരുന്നു. രാവിലെ ദേവനുണ്ടോ എനിക്കറിയില്ല. എന്നെ കൽക്കത്തയിൽ നിന്ന് കണ്ടിരുന്നു. കൽക്കത്തയിൽ ഞാൻ സപ്താഹത്തിന് പോയപ്പോൾ അവിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. കേട്ടോളൂ. അവിടെ ഭാഗവതം വായിക്കുക. അങ്ങനെ ഭാഗവതം വായിച്ച് കുറേ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക. എന്നിട്ട് എന്താണ് അറിയണത്? അറിയണവര് കൽക്കത്തയിൽ നിന്ന്. ഇതിനെ കാര്യം എന്താ പ്രശ്നം എന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ കഥയൊക്കെ എന്നോട് പറഞ്ഞു, തിരുമേനി ഞാന് വയ്യാതെ ഇരിക്കുന്നു, ബെഡ് റിഡൺ ആയിരുന്നു. ബെഡ് റിഡൺ പറഞ്ഞാൽ എന്താ? കിടക്കുകയിങ്ങനെ കിടക്കുകയും ഒന്നും വയ്യാതെ. ആരൊക്കെയോ വന്ന് പറഞ്ഞു സപ്താഹം കണ്ടത് കേട്ടോളൂ, നല്ലതാണ്. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ ആരൊക്കെയോ സഹായത്തോടെ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നൊരു ഭാഗത്ത് ഇരിക്കുക. ഞാൻ ഇരിക്കുകയിലൊക്കെ ഒന്നും വയ്യ. ഭക്ഷണമൊക്കെ ഒന്നും കൊണ്ടുതരില്ല. കൂടുതൽ ആൾക്കാരെ ഞാനിവിടെ 1 ദിവസം കേട്ടോ. ഞാൻ പറയണം 1 ദിവസം കരഞ്ഞു പറയാ. അവര് 10-ാം ദിവസം 10 ദിവസം കേട്ടപ്പോൾ
പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണശാലയിലേക്ക് വരാം. വേണ്ട, ഉടനെ വരണ്ട. ഞാനന്ന് നടന്നു പോയിട്ട് ആഹാരം കഴിച്ചത്. 2-ാം ദിവസമായപ്പോ എനിക്ക് നല്ല സുഖമുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കയ്യൊന്നും വിളിക്കണ്ട, ഞാൻ നടന്നോളാം. എന്താത് അവക്കിപ്പോ നടക്കാം. 3-ാം ദിവസം 4-ാം ദിവസം ഒക്കെ കഴിഞ്ഞപ്പോ ഈ അമ്മ പറയുകയാണ്, വേദനയൊന്നുമില്ല. തിരുമേനിയോട് സന്തോഷം പറയാൻ ഞാൻ വന്നതാ. എന്നോട് ഒരു സന്തോഷം പറയാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ഭാഗവതം അമൃതാണ്, ഔഷധമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതാ പറഞ്ഞത്, വിശ്വാസം വേണം, ഭക്തി വേണം, ശ്രദ്ധ വേണം. അതേ നമുക്ക് ഓരോന്നും വേണ്ട. നല്ല ശ്രദ്ധയുണ്ടാവുക, നല്ല ഭക്തി ഉണ്ടാവുക. ഭഗവാനാണ് എൻ്റെ കൂടെയുള്ളതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ ഭാഗവതം ഈ മൈക്കിൽ കൂടെ കേൾക്കുന്നത് നിങ്ങളുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ ഭഗവതം പറയുകയാണെന്ന്, ഉദേഹമാനാഹി വിവഷ്ടദൃഷ്ടേ ബ്രഹ്മൻ വചസ്തേ മൃതം ഔഷധം മേ. ഇത് ബ്രഹ്മൻ വചസ്തേ മൃതം ഔഷധം മേ. വചസ്തേ പറഞ്ഞ എന്താ? ഈ മൈക്ക് കൂടെ നിങ്ങളുടെ ചെവിയിലേക്ക് വരുന്ന ഈ വാക്കുകളൊക്കെ ഭാഗവതമാണ്. ഈ ഭാഗവതം അമൃതം ഔഷധം മേ. ഇത് അമൃതമായിരിക്കുന്ന ഔഷധമാണ്. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പൊ മനസ്സിലാവില്ല, പക്ഷേ ഭാഗവതം നിങ്ങൾ കേൾക്കണം. എങ്ങനെ കേൾക്കണം? വെറുതെ ഇവിടെ വന്നിരുന്ന് കേട്ടാൽ പോരാ. ഇവിടെ വരുമ്പോ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒറ്റയാൾക്കും അറിയില്ല. അവിടുന്ന് ആ പടി ഇങ്ങനെ കയറി വന്നാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഭഗവത സ്വരൂപിയായ ഭഗവാൻ ഇരിക്കുകയല്ലേ. അപ്പൊ ആദ്യം ഇവിടെ വന്നാൽ അവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഭഗവത സ്വരൂപിയായ ഭഗവാനെ നല്ലതുപോലെ വീണ് നമസ്കരിക്കുക. മന്ത്രം അറിയില്ലേ, ചൊല്ലണ്ട, അറിഞ്ഞില്ല. ഭാഗവതം ഇവിടെ വന്നത് അറിഞ്ഞിട്ടില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തെങ്കിൽ കൊടുക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞ് മന്ത്രം അറിയെങ്കിൽ മന്ത്രം ചൊല്ലിക്കോളൂ. മന്ത്രം അറിയില്ലെങ്കിൽ വെറുതെ ഭഗവാനെ തൊഴുത് നമസ്കരിക്കുക. അതെല്ലാവരും ചെയ്യണം. ഇവിടെ ഒന്നാദ്യം ചെയ്യേണ്ടത് എന്താ? എവിടെയെങ്കിലും വന്നിട്ട്, അല്ലെങ്കിൽ ദൂരത്ത് എവിടെയെങ്കിലും നമ്മൾ വരാൻ പറ്റില്ലെങ്കിൽ ദൂരത്ത് എവിടെയെങ്കിലും നിന്ന് ഭഗവത സ്വരൂപിയായ ഭഗവാനെ നല്ലതുപോലെ നമസ്കരിക്കുക. ഭഗവാനോട് പറയണം, ഞാനേ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ അറിയാതെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ പടി കയറാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാൻ കേട്ടു, ഇതെത്രയോ ദിവ്യമായ ഔഷധമാണ്. ആ ഔഷധം അനുഭവിക്കാൻ വന്നതാണ്. പൊറുകണേന്ന് പറഞ്ഞാൽ ഈ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ എല്ലാ തെറ്റുകളും പൊറുക്കും. ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഈ ഗുരുവായൂരപ്പൻ നിങ്ങളോട് ചോദിക്കില്ല. എന്തൊരു കരുണയാണ്! അങ്ങനെ ഒരാൾ ഈ ലോകത്ത് കാണില്ല, അങ്ങനെ ഒരാൾ ഈ ലോകത്ത് കാണില്ല. ഇതുവരെയുള്ള നിങ്ങളുടെ ചരിത്രമൊന്നും ആരും ചോദിക്കില്ല, ഭഗവാൻ നിങ്ങളോട് ചോദിക്കില്ല. ഭഗവാൻ പറയും, സകദേവ പ്രപന്നായ. ഒരിക്കലും ഇവിടെ വരാൻ തോന്നിയില്ലേ? ഒരു തവണ ഇവിടെ വരാൻ തോന്നി, ഒരു തവണ എന്നെ നമസ്കരിക്കാൻ തോന്നി, അത് മതി. ഞാൻ പറഞ്ഞിവിടെ പടി വെക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരോടാണ്? ഇവിടെ മുമ്പ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സത്താ നടക്കുകയാണെങ്കിൽ ഇതിന്റെ മുൻഭാഗത്ത് എന്ത് വെക്കാൻ പാടില്ല, പടികൾ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്ക്, ഇവിടെ നിന്നും പടി വെച്ചിട്ടില്ല. ചില സ്റ്റേജിൽ മുൻഭാഗത്ത് പടി ഉണ്ടാവും, അത് സത്താഹത്തിന് പറ്റില്ല. എവിടെയാ പടി? ഏതായാലും ഭാരവാഹികൾ പറഞ്ഞതൊക്കെ കേട്ടതിൽ സന്തോഷമായി. അത് വലിയൊരു രഹസ്യമാണ്. ഇത് പിന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഭഗവാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പടിയൊന്നും വെക്കേണ്ട എന്ന് പറഞ്ഞത്. ശരിക്കും അനുഭവിക്കണമെങ്കിൽ ഇവിടെ പടി ഉണ്ടാകരുത്. ഇത് പിന്നെ വന്നേരെന്താ? ഇതൊരു സംഗതി, ഒരു രഹസ്യം. ഇവിടെ അങ്ങനെ വന്നിരുന്നാ മതി. ഇവിടെ അങ്ങനെ വന്നിരുന്ന് ബ്രഹ്മൻ വചസ്തേ മൃതം ഔഷധം മേ. ആ ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് ചെറിയ കൂടെ ഇങ്ങനെ വന്നിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തെ നമ്മുടെ ശരീരത്തിൽ പല പല ഭാഗങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള അപദ്രവ്യങ്ങളും ശരീരം വിട്ടങ്ങോട്ട് പോവും. അപദ്രവ്യങ്ങളുണ്ട് ശരീരത്തിലല്ലേ.
അപദ്രവ്യം എന്നാണ് സംസ്കൃതത്തിൽ പറയും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള അപദ്രവ്യങ്ങൾ വന്നുകൂടിയിട്ടുണ്ട്. ഇവിടെ ധാരാളം പഴം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടല്ലേ? അതോ പറഞ്ഞിട്ടില്ലേ? നാം മനസ്സിലാക്കിക്കോളൂ. ധാരാളം പഴങ്ങൾ കൊണ്ടുവരിക, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം. സപ്താഹം കേൾക്കാൻ വരുമ്പോഴേ പഴങ്ങളാണ് ഏറ്റവും നല്ലത്. ആണിപ്പൂവൻ പഴാവാം, നെല്ലിപ്പൂവൻ പഴാവാം, എല്ലാ പഴങ്ങളും കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ കേമായി. ഒരു പഴാണ് ഒരു പഴം. മാങ്ങ കിട്ടുമോ? നാട്ടിൽ മാങ്ങ കിട്ടാതെ നല്ല മാമ്പഴം കൊണ്ടുവന്നോളൂ. പഴങ്ങളൊക്കെ കൊണ്ടുവരാം. നാരങ്ങയോ പഴങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് ഭഗവാൻ ഇവിടെ സമർപ്പിക്കുക. എല്ലാവരും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. അറിയാഞ്ഞിട്ടായിരിക്കുമല്ലേ. അപ്പം ഇനി മുതൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ മാമ്പഴം കൊണ്ടുവരാം, ചക്കപ്പഴം കൊണ്ടുവരാം, സാധാരണ പഴം കൊണ്ടുവരാം, എല്ലാ തരത്തിലുള്ള പഴങ്ങളും കൊണ്ടുവരാം. അത് ഇവിടെ നല്ലതേ കൊണ്ടുവരാതെ അതൊക്കെ ഇവിടെ വെച്ചാൽ തിരുമേനി അതൊക്കെ പൂജിച്ചു തരും. അങ്ങനെ പൂജിച്ചിട്ട് അത് നിങ്ങൾക്ക് പ്രസാദമായിട്ട് വൈകുന്നേരം തരും. ചില സ്ഥലത്ത് എത്രയാണ്ടാവുക പറയും. ഭക്തന്മാർ കൊണ്ടുവരുന്ന പഴങ്ങള്, നെൽക്കണ്ടം, മുന്തിരി, ഈ അവില് ഇതൊക്കെ ഇഷ്ടംപോലെ വലിയ 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 പാത്രത്തിലാണ് വൈകുന്നേരം ഇങ്ങനെ കൊടുക്കുക. അത് പ്രസാദം. ആ പ്രസാദം കഴിച്ചാൽ മതി. ആ പ്രസാദം കഴിച്ചാൽ എന്താ സംഭവിക്കുകയോ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദുഷ്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ വലിച്ചു കൂട്ടിയിരിക്കുന്ന ശരീരത്തിലെ അപദ്രവ്യങ്ങൾ അഥവാ മാലിന്യങ്ങൾ മുഴുവനും ശരീരം വിട്ടു പോകും. ടോയ്ലറ്റിലൊക്കെ പോവാറില്ലേ? എല്ലാ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ മുഴുവനും ഒരു 7-8 ദിവസം അമ്പലത്തിൽ വന്ന് ഇവിടെ നിവേദിച്ച ആ നിവേദ്യങ്ങളൊക്കെ ഇത് ഭഗവാന്റെ പ്രസാദമാണ് എന്ന ഭാവത്തോടെ കഴിക്കണേ. ഭഗവാന്റെ പ്രസാദമാണ് എന്ന ഭാവത്തോടെ ഭക്തിയോടെ നിങ്ങളത് ആഹാരമായിട്ട് കഴിക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അപദ്രവ്യങ്ങളും എല്ലാ മാലിന്യങ്ങളും ശരീരം വിട്ടുപോകും. ശരീരത്തിൽ അപദ്രവ്യങ്ങൾ അവിടെ ഇവിടക്കങ്ങനെ ക്ലസ്റ്ററായിട്ട് കൂടിയിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കാലിന്റെ മുട്ടുവേദനയാവണു, ഊരവേദനയാവണു, ക്യാൻസർ ഉണ്ടാവുന്നു, കരൾ കേടാവുന്നു. ഇതിനൊക്കെ കാരണം എന്താ? ഫോറിൻ ബോഡി എന്നാണ് ശരിക്കും ഇതിന് പറയാം. നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ ശരീരം സൃഷ്ടിച്ചപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട പഴങ്ങളോ ഇങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ആഹാരമായിട്ട് ശരീരത്തിന് കൊടുക്കാവൂ. കൊടുക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ ഈ ശരീരത്തിലേക്ക് കൊടുത്താൽ ശരീരത്തിൽ രോഗം ഉണ്ടാവും. ഇതാണ് രോഗം ഉണ്ടാകാനുള്ള കാരണം എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ സപ്താഹം എന്ന് കേട്ട് ഇവിടെ നിവേദിക്കുന്ന ഈ പഴങ്ങളൊക്കെ ദിവസേന നല്ലോണം കഴിക്കുക, വെള്ളമൊക്കെ ധാരാളം കുടിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം വെള്ളം കുടിക്കേണ്ട പരിപാടി. ഇത്രയും ചെയ്ത് ഭഗവാനെ പലതവണ നമസ്കരിക്കുക, ഭഗവാന് നെയ്വിളക്ക് വെക്കുക. 3 ലോകവും പ്രകാശിക്കുന്നതാണ് നെയ്വിളക്ക്. നിങ്ങൾ എത്ര പേര് നെയ്വിളക്ക് ഇവിടെ കത്തിച്ചിട്ട് എന്താ കഴിയുന്നില്ലേ? 3 ലോകങ്ങളുമാണ് പ്രകാശിക്കാൻ പോകുന്നത്. ഓരോ മനുഷ്യന്റെ ഉള്ളിലുണ്ട് 3 ലോകം. അവിടെ നല്ല പ്രകാശം വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ ശരീരം വിട്ടുപോകും എന്നുള്ളത് അനുഭവം കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലുകയാണ്. ആ ശ്ലോകം കേട്ടോടെ. എന്താണ് ആ ശ്ലോകം? മറന്നുപോകരുത്. രഘുഗണൻ ഈ ഭരതനോട് പറഞ്ഞതാണ്, ജ്വരാമയ അർത്ഥസ്യ യഥാഗതം സൽ നിദാഘദഗ്ധസ്യ യഥാ ഹിമാംഭ ഉദേഹമാനാഹി വിദഷ്ടദൃഷ്ടേഃ ബ്രഹ്മൻ അജസ്തേ മൃതമൗഷധം മേ. വെറും വാക്കുകളെ കൊണ്ട് രഘുഗണന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും 45 മിനിറ്റ് കൊണ്ടാണ് ഈ ഭാരതം ഭരിച്ച ചക്രവർത്തി മാറ്റിക്കൊടുത്തത്. The doctor took only 45 minutes for the treatment. For the complete treatment. ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരെ കേട്ടോ, ഇംഗ്ലീഷേ മനസ്സിലാവുള്ളൂ. The doctor took only 45 minutes for the complete treatment of the patient under the name രഘുഗണ. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തന്റെ മുന്നിലുള്ള രാജാവായ രഘുഗണന്റെ എല്ലാ രോഗങ്ങളും മാറ്റാൻ
ഭരതനാകുന്ന മഹാത്മാവാകുന്ന ഡോക്ടർ എടുത്ത സമയം 45 മിനിറ്റ്, ഉപയോഗിച്ച മരുന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം ഇത്രയും കാലം മിണ്ടിയിട്ടില്ല. നോട്ട് ദ പോയിന്റ്. ജീവിതത്തിൽ ഇന്നേ വരെ ഭരതൻ സംസാരിച്ചിട്ടില്ല. അത് വലിയൊരു വ്രതമാണ്. ആ മഹാവ്രതം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നതൊക്കെ അമൃതമൊഴികളായിരുന്നു. ആ അമൃതമൊഴികളൊക്കെ ചെവിയിൽ കൂടെ കേൾക്കുകയല്ലാതെ ഈ രഘുഗണൻ വേറെ യാതൊരു ചികിത്സയും ചെയ്തിട്ടില്ല. ആ രഘുഗണൻ പറഞ്ഞു, എന്റെ എല്ലാ രോഗങ്ങളും മാറിക്കഴിഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? എന്റെ എല്ലാ തരത്തിലുള്ള ജ്ഞാനവിജ്ഞാന ദാഹങ്ങളും തീർന്നു. ഇനി എനിക്ക് വിജ്ഞാന ദാഹമില്ല. അതിന്റെ അർത്ഥം ദാഹിക്കുന്നവനല്ലേ വെള്ളം കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടുകാരൊക്കെ വിജ്ഞാനത്തിന്റെ ദാഹം തീരാതെ, ജ്ഞാനത്തിന്റെ ദാഹം തീരാതെ ഇപ്പൊ ബഹിരാകാശത്തേക്ക് കുതിക്കുക, കോടികൾ ചെലവഴിച്ചിട്ടെ. അവിടെ എന്താ ഉള്ളത് എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. തിരുമേനി, വേദങ്ങളും ഭാഗവതമൊക്കെ പഠിച്ചതല്ലേ? എന്നോട് ചോദിച്ചു, ഈ ബഹിരാകാശത്തേക്ക് ഇത്രയൊക്കെ കോടികൾ ചെലവാക്കിയിട്ട് റഷ്യയും അമേരിക്കയും എല്ലാവരും നമ്മളൊക്കെ പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചു, തിരുമേനിക്ക് വല്ല പിടിയുണ്ടോ? ആ ബഹിരാകാശത്ത് എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു, അവിടെ ഒരു മണ്ണാങ്കട്ട ഇല്ല. അതാണ് എൻ്റെ ഉത്തരം. അവിടെ ഒരു മണ്ണാങ്കട്ട ഇല്ല. ഒരു മണ്ണാങ്കട്ട അവിടെ ഇല്ല. എവിടെ എവിടെ? ഈ ബഹിരാകാശത്തേക്ക് ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഒരു മണ്ണാങ്കട്ടയില്ല. അത് ഇവരൊക്കെ അങ്ങനെ പോണതോ? അതീ വിവരമില്ലാത്തവര് പല സ്ഥലത്തേക്ക് പോകും. സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചോളൂ. എന്ത് സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചോളൂ, ഇവിടുന്ന് അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് പോയിട്ട് അവിടെ ഒന്നൊരു മണ്ണാങ്കട്ടയില്ല. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. എവിടെ ഇരിക്കുക? നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ താമസിച്ചാൽ മതി. ആ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടാവും, ആ അമ്പലത്തിൽ പോയാൽ മതി. ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ എവിടേക്കും പോകണ്ട, എങ്ങോട്ട് വന്നാൽ മതി. ഈ പയ്യാത്തപ്പൻ്റെ അടുത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, വാട്ടെവർ ബി ഇറ്റ്. കുറച്ച് ഇംഗ്ലീഷ് പറയാം, ഇംഗ്ലീഷ് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മുഴുവനും ആര് തരും? ഇവിടെയുള്ള ഇരട്ടയപ്പന്മാര് തരും. മനസ്സിലായോ? അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്നത് അത് അമൃതാണ്, അത് ഔഷധമാണ്, ഇത് സത്യമാണ്, ഇത് ശാസ്ത്രമാണ്. ഇത് പൂർണ്ണമായിട്ട് 100% ഇത് ശാസ്ത്രമാണ്. ഭാഗവതത്തിനേക്കാൾ കേമമായ ഒരു ശാസ്ത്രവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ പഠിച്ചിട്ടില്ല. മാത്തമാറ്റിക്സ് ഞാൻ കുറേ പഠിച്ചു. എന്നോട് ടീച്ചർ പറഞ്ഞു, ദിസ് ഈസ് എ സയൻസ്. പിന്നെ വേറൊരു ടീച്ചർ പറഞ്ഞു, ഇത് ഈസ് എന്താ പറഞ്ഞത് ടീച്ചർ എന്നറിയോ? മാത്തമാറ്റിക്സ് ഞാൻ പഠിപ്പിക്കുക എന്നെ ടീച്ചർ. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു, ക്യൂൻ ഓഫ് സയൻസസ്. എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സയൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളുടെയും റാണിയാണ് നിങ്ങൾ പഠിക്കുന്ന ഗണിതശാസ്ത്രം എന്നൊക്കെ ടീച്ചർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ കാൽക്കുലസ് പഠിപ്പിച്ചു, ഇന്റഗ്രൽ കാൽക്കുലസ് പഠിപ്പിച്ചു, ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിപ്പിച്ചു, ട്രിഗണോമെട്രി പഠിപ്പിച്ചു. കൃഷ്ണമാഷയെ മക്കേറിയ ഒരു മുണ്ട് കുപ്പായി ഇട്ട് വന്ന കൃഷ്ണമാഷ് ഞാൻ MSc മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ടോപ്പോളജി പറഞ്ഞു തന്നു. എന്ത് രസമാണ് കൃഷ്ണൻ സാറെ ക്ലാസ് എന്നറിയോ? നല്ല രസമാണ് ടോപ്പോളജി, നല്ല രസമാണ്. മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ്. അന്ന് ഏതെല്ലാം സാറന്മാരെന്നെ എന്തെല്ലാം ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചുണ്ട്. കെമിസ്ട്രി എനിക്ക് പറഞ്ഞു തന്ന ഹരിദാസൻ സാറെ ഞാൻ മറക്കില്ല. കാരണം എന്താ? എനിക്കറിയില്ലായിരുന്നു എന്താ ഈ അസറ്റിക് ആസിഡ് എന്ന്, ബൂട്ടൈൻ എന്താ അറിയില്ല, മീഥൈൽ ഓറഞ്ച് ഒന്നും അറിയില്ലായിരുന്നു. എനിക്കറിയില്ലല്ലേ മീഥൈൽ ഓറഞ്ച് എന്താ? ഇതൊന്നും എനിക്കറിയാതെ ഞാൻ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ അന്ന് +2 പ്രീ ഡിഗ്രിയാണ്. അങ്ങനൊന്നും അറിയാത്ത ഞാൻ ആ പ്രീ ഡിഗ്രിയുടെ ക്ലാസ്സുകളിൽ 2 കൊല്ലം ഇരുന്നപ്പോൾ ഹരിദാസൻ സാറാണ്, ഹരിദാസ് മേനോൻ എന്ന സാറാണ് എനിക്ക് എന്ത് പറഞ്ഞു തന്നത്? ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞു തന്നത്. എന്ത് രസാ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാനെന്ന് അറിയോ? അവിടെ വേറൊരു സാറ് വരും, ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഹി വാസ് എ ടോൾ ഫിഗർ. എന്തൊരു ഉയരാണ്. ആ സാറിന്റെ അടുത്ത് ഞാൻ പോയി നിൽക്കാറില്ല. എന്താ കാരണം മനസ്സിലായില്ലേ? ആ സാറിന് നല്ല ഉയരാണ്, എനിക്കച്ച ഉയരമില്ലാത്തത്. എനിക്ക് ആ സാറിന്റെ അടുത്ത് പോയി എങ്ങനെ കൈപ്പെട്ടു നോക്കണം. എന്നെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ആ സാറാണ് എന്നെ കെമിസ്ട്രിയിലെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ സൗന്ദര്യം മുഴുവനും
എൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചതെന്ന് ആ സാറ് ഇന്നും കോഴിക്കോട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കെമിസ്ട്രി എന്ന സയൻസ് പഠിപ്പിച്ചവരുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിച്ചവരുണ്ട്, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചവരുണ്ട്. അവരെല്ലാവരെയും ഞാൻ വളരെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഇന്നും ഓർമ്മിക്കുന്നു. പക്ഷേ അവരൊക്കെ പഠിപ്പിച്ചതിനേക്കാളും വലിയൊരു ശാസ്ത്രമാണ് എൻ്റെ അച്ഛൻ എനിക്ക് പകർന്നു തന്നത്. അതാണ് ഭാഗവതം. ഈ ഭാഗവതം എന്താണ്? അതൊരു ശാസ്ത്രമാണ്, ഒന്നാന്തരം ശാസ്ത്രമാണ്. ഞാനിത് കുറേ തവണ വായിച്ചു നോക്കി. ചുവന്ന മഷി അധ്യാപകന്റെ കയ്യിലുണ്ടാവില്ല. ഞാൻ എത്രയോ തവണ ചുവന്ന മഷിയുള്ള പേന കയ്യിൽ വെച്ചിങ്ങനെ ഭാഗവതം. എന്തിനാണെന്നറിയോ? ഈ ടീച്ചർമാർക്കൊരു സ്വഭാവമാണ്, തെറ്റ് കണ്ട അപ്പടിയിൽ വരയ്ക്കും മറ്റേ വട്ടണം. ഇത് എവിടെയെങ്കിലും ഒരു തെറ്റ് കാണുകയാണെങ്കിൽ ഈ ചുവന്ന മഷി കൊണ്ട് ഒന്നുകിൽ അത് എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ അത് വട്ടമിടണമെന്ന് വിചാരിച്ചിട്ട് ഇത്ര കാലം ശ്രമിച്ചിട്ടും ഞാനിതിനകത്ത് ഒരൊറ്റ ശ്ലോകത്തില് ഒരെററ് പോലും, ഒരു തെറ്റ് പോലും എനിക്ക് കണ്ടെത്താൻ ഇന്നേവരെ പറ്റിയിട്ടില്ല. അത്യാവശ്യം ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് എൻ്റെ വിചാരം. അങ്ങനെയുള്ള ഗ്രന്ഥാണത്. സ്വതവേ ഞങ്ങൾ ഈ വാല്യുവേഷൻ നടക്കുന്നു. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ ഉത്തരക്കടലാസ് ഒന്നായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്നാണല്ലോ വാല്യൂ ചെയ്യുക. അപ്പം ഞങ്ങൾ ചുവന്ന പേന വാങ്ങും, ഒന്നാമത്തെ പേപ്പർ എടുക്കും. അപ്പം അങ്ങനെ അടിയിൽ വരയ്ക്കും. തെറ്റാണ്. പിന്നെ ഞാൻ അടിയിൽ വരയ്ക്കുക. തെറ്റാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? 2 വരങ്ങാണ്. എത്രയോ തെറ്റുണ്ടാവുകയെന്നറിയോ? പൈതോറസീറ അറിയില്ല, ജോമെട്രി അറിയില്ല, ഓൾജിബ്ര അറിയില്ല, ഒന്നും അറിയില്ല. അവസാനം ടോട്ടൽ ചെയ്യുമ്പോൾ 80 മാർക്കാണ് ഉണ്ടാവുക. 9ാം ക്ലാസ്സിൽ 4/80. എന്താ എൻ്റെ അർത്ഥം? 80 മാർക്ക് കിട്ടേണ്ട കുട്ടിക്ക് ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ 4 മാർക്കാണ് കിട്ടിയത്. എന്തേ? തെറ്റാണ്. അപ്പൊ അതൊക്കെ തെറ്റിടണ്ട്. അപ്പൊ വാല്യുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയുന്ന പരിപാടിയാണ്. കുട്ടികളുടെ പേപ്പർ ഇങ്ങനെ വാല്യൂ ചെയ്യുമ്പോഴേ എത്രയാ തെറ്റ് കണ്ട നിങ്ങൾ വേഗം കണ്ടുപിടിക്കും. തെറ്റ് കണ്ട അത് നിങ്ങൾ കണ്ടുപെടാണ്ടിരിക്കില്ല. അതാണ്. നേരെ മറിച്ച് ശ്രീമദ് ഭാഗവതം ഞാൻ പലതവണ വായിക്കുമ്പോഴും ഇന്നേ വരെ ഇതിനകത്തൊരു ശ്ലോകത്തിൽ പോലും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരബദ്ധമാവട്ടെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനിപ്പോ പേരക്കാറില്ല, അവിടെ തോന്നവേനല്ല. അത്ര ദിവ്യമായ ഗംഭീരമായ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ എത്രയെത്രയോ ആൾക്കാര് പഠിക്കുന്നത് ഭാഗവതമാകുന്ന ശാസ്ത്രമാണ്. അതിലെ ഭരതന്റെ കഥ എന്തായാലും നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം ചക്രവർത്തിയായിരുന്നു. അതിനാ ചക്രവർത്തിയുടെ കഥ പെടുന്നു പറയുന്നത്, നമ്മളിരിക്കുന്ന ഈ മണ്ണിൽ, നമ്മളിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ എത്രയോ രാജാക്കന്മാര് എത്രയോ കാലം വന്ന് തൊഴുതു പോയിട്ടുണ്ട്. രാജകുടുംബത്തിലെ എത്രയോ പേര് എവിടെയൊക്കെ നടന്നിട്ട് ഭഗവാനെ ഗംഭീരമായിട്ട് ഉപാസന ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ചരിത്രങ്ങളൊന്നും അറിയില്ല. അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ കഥ പറഞ്ഞു തരണ്ടേ? അവർക്കൊക്കെ എന്തൊരു ഭക്തിയാണെന്നറിയോ? അവരുടെ ഭക്തി നമ്മളൊന്നും കണ്ടിട്ടില്ല. അവരുടെ ഭക്തി നമ്മൾ നേരിട്ട് കാണണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് വേണേ ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് രാജകുടുംബങ്ങളിൽ. ശ്രദ്ധിച്ചു കേൾക്കണേ. രാജകുടുംബങ്ങളിൽ താമസിക്കുന്നവര് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവരെ ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. തിരുവനന്തപുരത്ത് പോയാൽ മതി. തിരുവനന്തപുരത്ത് ഞാൻ പോകണം. ഞാൻ വേണ്ടി ഇവിടുന്ന് വൈകുന്നേരം ട്രെയിനൊക്കെ കയറിയിട്ട് ഞാൻ വേണേ തിരുവനന്തപുരത്ത് പോയിട്ട് ഓരോപ്പോൾ കണ്ടിട്ട് പറയാം. മട്ടന്നൂർക്ക് വരാൻ പറഞ്ഞാൽ അവർ മട്ടന്നൂർ വരും. ഞാൻ പോയാൽ പിന്നെ ധാരാളം വായിക്കുക. അവ ആരാ പോവുക? നിങ്ങളാരെങ്കിലും പോയാൽ മതി. എവിടേക്ക് പോവുക? തിരുവനന്തപുരത്ത് കൊട്ടാരമുണ്ട്. ആ തിരുവനന്തപുരത്തെ കൊട്ടാരത്തിൽ രാജാക്കന്മാരുടെ കുടുംബത്തിലെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ഞാനതിൽ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചില ആൾക്കാര് എത്രയും പെട്ടെന്ന് എവിടെ വരെ പോവുക?
തിരുവനന്തപുരം വരെ പോയിട്ട് അവിടുത്തെ കൊട്ടാരം എവിടെയാന്ന് അന്വേഷിച്ച് അവിടുത്തെ കൊട്ടാരത്തുള്ളവരെയൊക്കെ കണ്ടിട്ട് അവരോട് പറയാം, കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരിൽ നിന്നാണ് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നെന്ന് പ്രാസോപ്പിച്ച് പറഞ്ഞോളൂ. എന്നിട്ട് അവരോട് പറയാം, അവിടെ സപ്താഹം നടക്കുന്നുണ്ട്, ഒന്ന് വരുന്നു. അവിടെ ഏതൊക്കെയോ രാജാക്കന്മാർ വാണിരുന്ന ക്ഷേത്ര സമുച്ചയമാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ അവിടെ നേരിട്ട് വന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. അപ്പൊ അവര് ചോദിക്കും, ആരാ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞത്. അവിടെ വായിക്കുന്ന ഒരു തിരുമേനിയുണ്ട്, ആ തിരുമേനി പറഞ്ഞതാണ്, ഇവിടെ വന്നാൽ മതി, എന്നിട്ട് ക്ഷണിച്ചാൽ ആരെങ്കിലും ഒക്കെ വരും. ഉറപ്പാണ്. നിങ്ങൾ ഈ വായന കഴിയണതിന് മുമ്പ്, ഇനി ഇതിന്റെ വായന കുറെ ദിവസം, ഇതൊക്കെ എത്ര ദിവസമായി? ദിവസമായി 3-ാം ദിവസം. ഇനിയിട്ട് നിങ്ങൾക്ക് 4 ദിവസം തിരുവനന്തപുരത്ത് പോയി വരാം, അത്ര നേരമൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പോവല്ലോ, നിർബന്ധമായിട്ട് പോയിരിക്കണം. ആരാ പോവാ? നിങ്ങൾ ആർക്ക് വേണേ പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് ആരോട് ചോദിച്ചാൽ രാജകൊട്ടാരങ്ങൾ കാണിച്ചു തരും. ആ കൊട്ടാരത്തിലുള്ള അംഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അവരോട് സംഗതി പറഞ്ഞാൽ അവരവിടുന്ന് അടുത്ത തീവണ്ടിക്കോ അല്ലെങ്കിൽ കാറിനോ യാത്ര ചെയ്താൽ സത്താൻ കഴിയുന്നതിന് മുമ്പ് അവരോട് എത്തും, ഇവിടെ എത്തും. ഇത് കാണട്ടെ. അവർ ഈ അത് കണ്ടിട്ടുണ്ടാവില്ല. ആ രാജകൊട്ടാരത്തിലെ ആൾക്കാർ, നല്ല വിവരമുള്ള ആൾക്കാരുണ്ട്. അവരിത് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു തരും. ഇതിപ്പോ ഞാനൊരു കൊട്ടാരത്തിന്റെ ഇങ്ങനെ ഒരുപാട് കൊട്ടാരങ്ങളുടെ, രാജകൊട്ടാരങ്ങളുടെ അവശേഷിപ്പുകൾ ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നല്ലവരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ മടി കൂടാതെ അവരെ പോയി സമീപിക്കുക. പറ്റുമെങ്കിൽ ഇവിടുത്തെ ഒരു നോട്ടീസ്, ഇത് അതല്ലേ ഇവിടുത്തെ നോട്ടീസ് ഇടാം, ഇതൊരു 10 കയ്യിൽ വെച്ചോളൂ. എന്നിട്ട് അവരോട് പറയാം, ഇവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷണിക്കുകയാണ്, വൈകിപ്പോയത് നിങ്ങൾ ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്ഷണിച്ചോളും, അവർ വന്നോളും. 4 ആള് വന്നാൽ നമുക്ക് വെച്ചാ ഭഗവാനെ പറ്റി അവർ പറഞ്ഞു തരും. വേണമെങ്കിൽ നമുക്ക് അവർക്കൊരു ചാൻസ് കൊടുക്കാം, ഇവിടെ വന്നിട്ട് എന്താ തോന്നിയെന്ന് അവർ പറയട്ടെ. അവരുടെ വായിൽ നമുക്ക് മനസ്സിലാവും. കാരണം നമുക്കൊന്നും അറിയില്ല രാജകൊട്ടാരങ്ങളിൽ എത്രത്തോളം ഭക്തി ഉണ്ടായിരുന്നു, അവരെന്താണ് ചെയ്തതെന്ന് നമുക്കറിയില്ല, അവർക്കറിയും. അപ്പൊ അവര് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യണം 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 ചെയ്യണം. അപ്പൊ ഇവിടെ ഈ ഭരതൻ എന്ന ഈ ചക്രവർത്തി ഇത്രയൊക്കെ ഭക്തിയോടെ ഭഗവാനെ തപസ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് 3 ജന്മം കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കും, എന്തൊക്കെ വഴി? അല്ല, നമ്മളെ പോലെ ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതൊക്കെ നേടാൻ വല്ല വഴിയുണ്ടോ? ആ വഴിയാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് കേട്ട കഥ. ആ കഥയും കൂടി നമുക്ക് കേൾക്കണ്ടേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു അധ്യായം കൂടി വായിച്ചിട്ട് മതി. ഈശ്വരനും ഞാനും കൂടി നേരത്തെ ഒരു കരാറുണ്ടായിരുന്നു. ഈ ഇവിടെ ഇരിക്കുന്ന ഈശ്വരൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്നോട് ചൊല്ലി വെക്കും, തിരുമേനി ഈശ്വരനെ കണ്ടിട്ടോ? പിന്നെ അതായിരിക്കണം. തമാശ പറയും, ഈശ്വരൻ, ഈശ്വരൻ എന്നാണ് പേര്. അപ്പോ നേരം 12:40 അപ്പൊ നമുക്ക് എന്തായാലും മെസ്സേജ് ഒക്കെ എഴുതി തരുന്നുണ്ട്. നിർത്താനാണോ? ഇത് എന്നും എഴുത്തരുന്നു വേണ്ട കേട്ടോ. ഇത് എന്നും ഒന്നാണ് എഴുത്തല്ല, വേണ്ട. ഇപ്പൊ നമുക്ക് മനസ്സിലായി, എന്നും എഴുത്തരണ്ട. വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി, വ്യത്യാസം ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി. അപ്പൊ നമുക്ക് ഒരു അധ്യായം കൂടി വായിച്ചിട്ട് ഒരു കഥയും കൂടി കേട്ടിട്ടേ എന്തുള്ളൂ, ഇന്ന് ഊണുള്ളൂ. ഞാനങ്ങനെ ഊണൊന്നും തരില്ല. ചില ശ്രോതാക്കൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ആ ആചാര്യന് സമയത്തിന് നിർത്തില്ല. ഞാൻ നിർത്തില്ല. നല്ല ആചാര്യന്റെ ലക്ഷണം എന്താ? നല്ല ആചാര്യന്റെ ലക്ഷണം നമുക്ക് നല്ലോണം വെച്ചിട്ടേ എന്ത് തരുള്ളൂ, ചോറ് തരുള്ളൂ. നല്ല അല്ലാത്ത ആചാര്യന്മാരുടെ ലക്ഷണം എന്താ? 12 മണിയാകുമ്പോഴേക്കും വെക്കുന്നതിൻ്റെ മുമ്പ് നിർത്തിയിട്ടോ, എന്നിട്ട് 2 മണിക്കേ തുറന്നുള്ളൂ. അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. സപ്താഹത്തില് ചെയ്യാൻ പാടില്ല. നല്ലോണം തന്നെ വിശന്നിട്ട് കുടല് കരിയണം, മണം ഇവിടെ അങ്ങനെ കേൾക്കണം, അപ്പോഴേ നിർത്താൻ പാടുള്ളൂ എന്നാണ് അതിന്റെ പ്രമാണം. ആ വിശപ്പെന്താന്ന് പറയാ, ഇത് എഴുതിരിക്കുക, അതിന്റെ 1 മണിക്ക് ചോറിന് വിടണം. ഞാൻ വിടൂല, ഞാൻ മെസ്സേജ്. 1 മണിക്ക് എല്ലാവരെയും ആഹാരത്തിന് വിടേണ്ടതാണ്. വിടമാട്ടെ, ഞാൻ വിടുന്നതല്ല. നിങ്ങളെന്ന് ഞാൻ വിഷ്കട്ടെ, എന്താ വിഷ്ണു അറിയട്ടെ. ഇനി ആർക്കെങ്കിലും തിരക്കുണ്ടെന്ന് വിചാരിക്കുക. അല്ല, പോവാൻ തിരക്കുള്ളവരുണ്ടാവും. ഇലക്ഷന്റെ ഒക്കെ ഇലക്ഷന്റെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇലക്ഷൻ പ്രധാനപ്പെട്ടതല്ലേ. ചിലപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇലക്ഷൻ ക്ലാസ് ഉണ്ടാവും.
പോയില്ലെങ്കിൽ നടപടി ഉണ്ടാവും, കലക്ടറുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ലേ. അങ്ങനെ വല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചവര കൊടുക്കാനുണ്ടാവില്ല. ആസ്പത്രിയിൽ പോയിട്ട് 1 മണിക്ക് ചോര കടയുണ്ടാവും. അങ്ങനെ വല്ല ഗത്യന്തരമില്ലാത്ത കേസും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ വീട്ടുവരയിൽ പോകാം. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞോളൂ, നീ ഇത്തിരി ചോറ് തരണം, എനിക്ക് അത്യാവശ്യമായിട്ട് അർജന്റായിട്ട് പോകാൻ. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പോകരുതേ. നിങ്ങളെല്ലാവരും കൂടി അർജന്റാന്ന് പറഞ്ഞ് അവിടെ പോയി ചോറ് വാങ്ങണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ചിലപ്പോൾ ഒരു 3-4 ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഭാരവാഹികളോട് പറയുന്നു, അവിടെ പോയിട്ട് അവർക്ക് ചോറ് കൊടുക്കാനുള്ള വ്യവസ്ഥ ചെയ്യുക. അവർ ചോറ് കഴിച്ചു പോയിക്കോട്ടെ. അമ്പലത്തിൽ വന്നിട്ട് ആരും എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് ചോറ് കിട്ടിയില്ല, മൂപ്പര് നിർത്തിയില്ല, എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടീൻ്റെ ക്ലാസ് ആയിരുന്നു 1:30 മണിക്ക്, എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിങ്ങോട്ട് പോകുന്നേ, അമ്പലത്തിൽ നിന്ന് ആഹാരം കഴിക്കാൻ ചെന്നൈ നിർത്തില്ല, അങ്ങനെ ഒറ്റ കുട്ടിപ്പെട്ട് പറയാൻ പാടില്ല. ഒരാൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് വിശക്കുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം അവിടെ പോയിക്കോളൂ. ഞാനൊരു അധ്യായം കൂടി ഈശ്വരനെ കൊണ്ട് വായിപ്പിച്ചിട്ട് ഒരു കഥയും കൂടി പറഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ. കാര്യമൊക്കെ മനസ്സിലായല്ലോ? എന്നാ വിശക്കുന്നവരൊക്കെ പോയിക്കോളൂ. എങ്ങനെ വിശക്കുന്നവര് അത്യാവശ്യമായിട്ട് പോകണം, എന്തായാലും പോയേ പറ്റൂ. അങ്ങനെയുള്ളവരുണ്ടാവും ചിലപ്പോ. അവർ മാത്രം അവിടെ പോയിട്ട് ആഹാരം കഴിക്കുക. ഭാരവാഹികൾ അവർക്ക് മാത്രം ആഹാരം കൊടുക്കുക. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അതുപോലെ അപ്പൊ അധ്യായം കൂടി വായിച്ചോട്ടെ. ഈശ്വരൻ അധ്യായം വായിച്ചു. ഈശ്വരൻ ഞാനും കൂടി കരാർ എന്തായിരുന്നു എന്നുള്ളത് ഇത് കേൾക്കണ്ട നിങ്ങൾക്ക്. ഈശ്വരൻ ഞാനും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരാറ്, സന്ധി സംഭാഷണം. ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ഈ രാവിലത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഒരു 5 അധ്യായം കൂടി വായിക്കണം എന്ന് പറഞ്ഞു. അകത്തിരിക്കുന്ന സ്വാമി പറഞ്ഞു, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് ആ സ്വാമിയാണ് എന്നെ കൊണ്ട് ഇത്രയും നേരം കൊണ്ട് അത്തരം എന്റെ കണക്കും ഒക്കെ തെറ്റിപ്പോയി. ഞാൻ കണക്കിന്റെ മാഷായിരുന്നു, പക്ഷെ എൻ്റെ എല്ലാ കണക്കും അത് തെറ്റിക്കും ഗുരുവായൂരുണ്ട്. ഞാനിങ്ങനെ കേമായിട്ട് ഈശ്വരനോട് പറഞ്ഞത് ഇത്രയൊക്കെ വായിക്കണം, നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പൊ അകത്തിരിക്കുന്ന ആള് പറഞ്ഞു, നീ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്യണ്ട, നീ അവിടെ ഇരുന്നാൽ മതി, നീ എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ എന്നെ കൊണ്ട് ഇതൊക്കെ ആരാ ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയില്ല. അകത്തിരിക്കുന്ന ഭഗവാൻ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. എന്തായാലും ഒരു അധ്യായം കൂടി വായിക്കാം. 5 അധ്യായം ഒന്നുകൂടി വായിക്കണ്ടേ? പേടിക്കൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കും അങ്ങനെ ഒരു എന്താ പറയുക പരിഭ്രമോ അങ്ങനെ ഒരു പേടി അതൊന്നുമില്ല. എന്തായാലും 7-ാം ദിവസം ഉച്ചയാകുമ്പോൾ ഇതൊക്കെ വേണ്ടതുപോലെ വായിച്ച് ഭഗവാൻ സമർപ്പിക്കും. നിങ്ങൾ പരിഭ്രമിക്കാനൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം നരസിംഹാവതാരാണ്. വന്നു വരുന്നേ, അത് കേൾക്കണ്ടേ? ഇന്നലെ ആരും ഇല്ലായിരുന്നു ഇവിടെ. വൈകുന്നേരം ഉച്ചയായപ്പോ ഊണ് കഴിഞ്ഞപ്പോ ഹരഹരോ ഹരഹര, മുരുകനക്ക് ഹരഹരോ ഹരഹര, അടിങ്ങനെ ഇറങ്ങിയ ആൾക്കാര് മുരുകനക്ക് ഹരഹരോ ഹരഹര. ആരൊക്കെയോ ഇവിടുന്ന് സ്ഥലം വിട്ട് പോയി. ഇങ്ങനെ വേഗം പോയി എന്ന് പറഞ്ഞു. ചില ആൾക്കാർ എന്നെ കണ്ട ഓടിപ്പോണ്ടായിരുന്നു. ഞാനാരും പിടിക്കുന്നില്ല. ആരൊക്കെയോ ഊണം കഴിഞ്ഞ് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞു പോയി. പിന്നെ ആരും കൊണ്ട് വന്നിട്ടും ഇല്ല. ചെയ്യരുത്. സപ്താഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളൊക്കെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്താണ്. മനസ്സിലാക്കി. All important stories are in between 4 PM and 7 PM. ഇനി മലയാളം അറിയാത്തവരുണ്ടോരും കേട്ടോട്ടെ. All important stories are in between 4 PM and 7 PM during the Saptaha program. മലയാളത്തിൽ പറഞ്ഞാൽ സപ്താഹത്തിലെ വളരെ മനോഹരമായ കഥകളൊക്കെ വൈകുന്നേരം 4 മണിക്കും 7 മണിക്കും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ട് അഥവാ നിങ്ങൾ ഇമ്മാതിരി പൊരി വെയിലത്ത്, എന്തോ ഒരു വെയിലാണ് ഈ പൊരി വെയിലത്ത്, അഥവാ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണ് പോയിക്കോളൂ. എന്നിട്ട് വീട്ടിൽ പോയി വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒന്ന് കുളിക്കുക, അല്ലെ മേക്കെടുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ 2 പ്രാവശ്യം വരാൻ പാടില്ല അമ്പലത്തിൽ. അമ്പലത്തിൽ 2 പ്രാവശ്യം വന്നാൽ കുഴപ്പം. അപ്പൊ വൈകുന്നേരം മേലൊക്കെ കഴുകി കുളിച്ച് ഒരു 5 മണി 5:30 ആകുമ്പോൾ ഒന്നുകൂടി വന്നോളൂ. വൈകുന്നേരത്തെ കഥാനാൾക്കാർ നരസിംഹാവതാരം കേൾക്കട്ടെ. അത് ഈ നാട്ടിലെ എല്ലാ കുട്ടികളും കേൾക്കേണ്ട കഥ. ഒരു കുട്ടിയുടെ കഥയാണ് നരസിംഹാവതാരം പ്രധാനന്റെ കഥയാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ കഥ. ഈ നാട്ടില് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും കേൾക്കേണ്ട കഥയാണ്. അതിന്റെ കഥ
പ്രഹ്ലാദന്റെ കഥ. അതിന്ന് വൈകുന്നേരം ഒരു 4 മണി മുതൽ 7 മണി വരെയുള്ള സമയത്താണ് ആ കഥ ഇവിടെ പറയുന്നത്. അതെല്ലാവരും കേൾക്കണം. നിങ്ങൾ വാട്സപ്പില്ലേ, യൂട്യൂബില്ലേ, ഫേസ്ബുക്കില്ലേ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു മെസ്സേജ് ആക്കി നിങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും കൊടുക്കുക. അവരെവിടെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കൊടുക്കാൻ മറക്കണ്ട. വാട്സപ്പ് കൂടെ അമേരിക്കയിൽ സന്ദേശം കൊടുക്കാൻ പൈസയൊന്നും ചിലവില്ല. ഞാനെത്ര മെസ്സേജ് അയക്കാറുണ്ട് അമേരിക്കയിലേക്ക്. എന്റെ മൊബൈൽ ഇഷ്ടംപോലെ എല്ലാവരും ഒരു ചിലവൊന്നുമില്ല. അപ്പൊ വാട്സപ്പ് കൂടെ എന്ത് ചെയ്യാം, അമേരിക്കയിലേക്കോ എപ്പോഴാ വേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ സത്താ നടക്കണ കാര്യം നമ്മൾ പറയണേ. ഒന്നുകിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ മെസ്സേജ്. അമേരിക്കയിൽ നിന്ന് കണ്ടുവരുന്ന അത്ര നേരമൊന്നും വേണ്ട. ഫ്ലൈറ്റ് ഒരു 20 മണിക്കൂറൊക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് മനസ്സിലാവുക, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഫ്ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ 20 മണിക്കൂർ ഇരിക്കുക. പിന്നെ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിരിക്കാനുള്ള കുറച്ച് സമയം. പിന്നെ അങ്ങനെ കയറി ഇപ്പൊ അവിടെ അടുത്തുണ്ട്. ഞാൻ കണ്ടത് ഇങ്ങനെ വിമാനം പറക്കുന്നത് മട്ടന്നൂർ ഇവിടെ ഉണ്ട്. അപ്പൊ മട്ടന്നൂര് വന്നിറങ്ങുക. മട്ടന്നൂര് വന്നിറങ്ങി പിന്നെ ഒരു കാറ് വിളിച്ച് ഇവിടെ എത്തിയാൽ അത്ര സമയം